നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF വലിയ വിസ്മയങ്ങൾ കാണിക്കാൻ പോകുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. ഇറങ്ങിപ്പോയ കക്ഷികൾ മടങ്ങി വരുന്നതിന്റെ സൂചന അദ്ദേഹം നൽകുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് UDFന്റെ പക്കലേക്ക് കക്ഷികളും വ്യക്തികളും വരും എന്ന്. അതിൽ LDFൽ നിന്നും ഒപ്പം NDAയിൽ നിന്നുമുള്ള കക്ഷികൾ വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരുപക്ഷെ ഏറ്റവും ചൂടേറിയ ചർച്ചാ വിഷയം മാണി ഗ്രൂപ്പ് UDFലേക്ക് മടങ്ങി ചെല്ലുമോ എന്നതാണ്. ഇറങ്ങിപ്പോയ മാണി ഗ്രൂപ്പിനെ തിരികെ കൊണ്ടുവരേണ്ട തരത്തിലുള്ള ഇലക്ട്രൽ ആവശ്യങ്ങൾ ഇപ്പോഴില്ല എന്ന കോൺഫിഡൻസ് കോൺഗ്രസിലെ ചില നേതാക്കൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തെ മുൻനിർത്തി പറയുന്നുണ്ടെങ്കിലും അവർ കൂടി വന്നാലേ ഇത് പൂർണ്ണമാകൂവെന്ന് വിചാരിക്കുന്നവരാണ് UDFന്റെ നേതൃത്വത്തിലുള്ളവർ. കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും അത് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് ചില ഫലസൂചനകൾ അപ്പുറത്തുനിന്ന് കാണുന്നുകൊണ്ട് LDFന്റെ മധ്യ കേരള ജാഥ നയിക്കേണ്ട ജോസ് കെ മാണി അതിന് നേതൃത്വം കൊടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പുമില്ല. ഇന്ന് അദ്ദേഹം ഇട്ട ആ പോസ്റ്റിൽ പോലും പലതരത്തിലുള്ള സൂചനകളെ കാണുന്ന ആളുകളുമുണ്ട്. മാണി ഗ്രൂപ്പ് ഒന്നായി മടങ്ങി വരുമോ, അതോ ഒന്നായി എവിടെയും പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുമോ, അതോ ഒരു വിഭാഗം അടർന്നു ചെന്ന് UDFന്റെ ഭാഗമാകുമോ? എന്താണ് ഇത്ര ആത്മവിശ്വാസത്തോടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് എന്തായാലും ഞങ്ങളുടേത് വികസിക്കാൻ പോവുകയാണ് എന്ന്? എന്നോടൊപ്പം ഈ ചർച്ചയിലുള്ളത് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, മുതിർന്ന CPIM നേതാവ്, ശ്രീ വസന്ത് സുറിയക്ക് കോൺഗ്രസിൽ നിന്ന്, ശ്രീ ആനന്ദ് കൊച്ചുകുടി മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഈ VD സതീശന്റെ ആത്മവിശ്വാസം കാണൂ. LDFൽ നിന്ന് കക്ഷികൾ വരാൻ പോകുന്നു, ഞങ്ങൾ വിസ്മയങ്ങൾ കാണിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ഇന്ന് ഐഷ പോറ്റിയെ അപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി വ്യക്തികളും കക്ഷികളും വരുമെന്ന് അദ്ദേഹം പറയുന്നത്. വ്യക്തിയിലൊന്ന് ചെന്ന് കഴിഞ്ഞു, അടുത്ത് പോകുന്നത് കക്ഷിയായിരിക്കുമോ? അങ്ങനെയെങ്കിൽ LDF അത് പ്രതീക്ഷിക്കുന്നുണ്ടോ, ഈ കൊഴിഞ്ഞു പോക്ക്? VD സതീശൻ്റെ വിസ്മയം എന്ന് പറഞ്ഞാൽ ഒരു കനകലൂ തന്ത്രത്തിലുള്ള ഒരു നെറേഷൻ ഉണ്ടാക്കലാണ്. ഇതാ UDFലേക്ക് കക്ഷികൾ വരുന്നു, വ്യക്തികൾ വരുന്നു, അങ്ങനെ UDF വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നൊക്കെയുള്ള ഒരു പ്രതീതി യാഥാർത്ഥ്യ നിർമ്മാണം, ആ രീതിയിലൊരു പ്രതീതി യാഥാർത്ഥ്യം ഉണ്ടാക്കിയെടുക്കാനുള്ള വളരെ കൗശലപൂർവമായ ശ്രമമാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജോസ് കെ മാണി തന്നെ തൻ്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് അതിൻ്റെ കാഴ്ചപ്പാടുകളോട് യോജിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് അസന്ദിഗ്ധമായ ഭാഷയിൽ ഇന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിന് മറുപടിയായിട്ട് അദ്ദേഹം FBയിൽ എഴുതി കഴിഞ്ഞു. അത് നിഷാദും വായിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് കക്ഷികൾ തങ്ങളുടെ കൂടെ വരുന്നു, ഇടതുപക്ഷം ദുർബലമാകുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാനുള്ള വളരെ കൗശലപൂർവമായ ഒരു ശ്രമം എന്നതിലപ്പുറത്ത് ഇതിന് നമ്മുടെ വസ്തുനിഷ്ഠ രാഷ്ട്രീയ ബന്ധങ്ങളിൽ യാതൊരു വിധത്തിലുള്ള സ്വാധീനവും ചെലുത്താൻ പറ്റില്ല. ഇവിടെ നിഷാദ് എന്നോട് ചോദിച്ചല്ലോ, സഖാവ് ഐഷ പോറ്റി CPM വിട്ട് പോയല്ലോ. ഐഷ പോറ്റി കഴിഞ്ഞ കുറേ കാലമായിട്ട് CPMുമായിട്ട് അനവധിയായ അപ്രീതി അവർക്കുണ്ട് പാർട്ടിയോട്. അവർ മാറി നിൽക്കുകയായിരുന്നു. അവർ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലോ മറ്റ് പരിപാടികളിലോ ഒന്നും പങ്കെടുക്കുന്ന അവസ്ഥ ഇപ്പോഴില്ല. അപ്പോൾ ചില വ്യക്തികൾ അവരുടെ ഭാഗ്യാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി വിടുന്നതോ മുന്നണി വിടുന്നതോ ഒക്കെ തന്നെ നമ്മുടെ രാഷ്ട്രീയ ബന്ധങ്ങളിൽ, ഇന്നത്തെ ഇടത് വലതു മുന്നണി ബന്ധങ്ങളിൽ എന്ത് മാറ്റമാണ് കേരളം പോലൊരു സമൂഹത്തിനകത്ത് ഉണ്ടാക്കുക? ഇടതുപക്ഷത്തിൻ്റെ മുന്നണിയും കക്ഷി ബന്ധങ്ങളും അതിൻ്റെ സാമൂഹ്യ അടിത്തറയും ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇടതുപക്ഷത്തിനുള്ളത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ യാതൊരു ആശങ്കയുമില്ല. നിങ്ങൾ പറയുന്നത് പോലെ ജോസ് കെ മാണിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷികളോ ഈ മുന്നണി പോകാനുള്ള ഒരു വസ്തുനിഷ്ഠമായ ഒരു കാര്യവും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ നിങ്ങൾ അത്തരത്തിലുള്ളൊരു പ്രതീതി നിർമ്മാണത്തിന് വലിയ രീതിയിൽ ഇതാ ഈ VD സതീശൻ ഭയങ്കര വിസ്മയം സൃഷ്ടിക്കുകയാണ്, ഇതാ വിസ്മയം സംഭവിക്കുകയാണെന്ന്. അപ്പോൾ ഈ വിസ്മയം എന്നുള്ള വാക്ക് തന്നെ അതൊരു എന്താണ്, ഈ വെർച്വൽ റിയാലിറ്റിയുടെ ഒരു നിർമ്മിതിക്കാവശ്യമായിട്ടുള്ള ഒരു പദം മാത്രമാണ്. അതിനപ്പുറത്ത് എന്താണ്, ഒരു വിസ്മയവും നമ്മുടെ രാഷ്ട്രീയ ബന്ധങ്ങളിൽ ഉണ്ടാക്കാൻ VD സതീശൻ്റെ ഇത്തരം പ്രസ്താവനകൾക്കും ഇങ്ങനെയുള്ള ഇപ്പം ഐഷ പോറ്റിയെ പോലുള്ള ഒരാൾ, അത് നിഷാദിനറിയാമല്ലോ, ഈ കൊല്ലത്തെ കൊട്ടാരക്കരയിലെ CPMൻ്റെ ചരിത്രവും അതിൻ്റെ ഒരു സാമൂഹ്യ അടിത്തറയും ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാനോ ഏതെങ്കിലും രീതിയിൽ UDFുമായി കൂട്ടിക്കെട്ടാനോ കഴിയുന്ന ഒരാളാണോ? ആ രീതിയിൽ ജനകീയ സ്വാധീനമുള്ള ഒരാളാണോ ശ്രീമതി ഐഷ പോറ്റി? അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവർ CPMുമായി ബന്ധപ്പെട്ട് ദീർഘകാലം പാർലമെൻ്ററി സ്ഥാനങ്ങൾ വഹിച്ചിരുന്നതാണ്.
ആ അർത്ഥത്തിൽ അവർ CPM-ഉമായിട്ട് നല്ല രീതിയിൽ അവരുടെ പാർലമെൻ്ററി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിച്ചിരുന്നു അവിടെ ഇപ്പോൾ മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ തന്നെ അത് മറയില്ലാതെ പറയുന്നുണ്ട്, അവർ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പാർട്ടി ഇക്കാര്യത്തിൽ ചില കർശനമായ വ്യവസ്ഥകൾ വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് 3 ടേമൊക്കെ മത്സരിച്ച ഒരാൾക്ക് വീണ്ടും സ്ഥാനാർത്ഥിയാകെ വരാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ബാലഗോപാൽ അവിടെ മത്സരിച്ചത്. അതൊക്കെ അവരിലുണ്ടാക്കിയ വ്യക്തിപരമായ അപ്രിയം അല്ലെങ്കിൽ വ്യക്തിപരമായ നൈരാശ്യം അതൊക്കെയാവാം അവരെ UDF-ലേക്ക് കോൺഗ്രസിലേക്ക് കാര്യത്തിൽ ഒരു ജെന്വിൻ പൊളിറ്റിക്കൽ റീസൺ ഒന്നും അതിനകത്ത് കാണാനില്ല. അത് KT പറഞ്ഞത് യോജിക്കാൻ കഴിയുന്ന കാര്യമാണെന്ന് ഞാനും എൻ്റെ കമൻറ്റും അതാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് KT, ഇപ്പോൾ കേരള കോൺഗ്രസുകളുടെ ഒരു ചരിത്രം എടുത്താൽ അതിന് പിളരാനോ മുന്നണി മാറാനോ അങ്ങനെ ഒരു സവിശേഷമായ സന്ദർഭവും ആഴമുള്ള കാരണവും രൂപപ്പെട്ടു വന്നാലേ കഴിയൂ എന്നൊന്നും പറയാൻ പറ്റില്ല. അതിനൊരു പ്രിവിലേജ് ഉണ്ടല്ലോ കേരള കോൺഗ്രസുകൾക്ക്. കേരള പൊളിറ്റിക്സിലുള്ള പ്രിവിലേജ് എന്താണ്? അവർക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും മാറാം. അതിനൊരു എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ മതി, എപ്പോൾ വേണമെങ്കിലും പിളരാം. ആ പ്രിവിലേജ് കേരളം അവർക്ക് കൊടുത്തിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് ഇപ്പോൾ പോകാനുള്ള കാരണമില്ല, ഇന്നലെ വരെ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞതാണല്ലോ എന്നീ ക്വസ്റ്റ്യൻസ് ഈ മാണി ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ ആണോ ചോദിക്കുകയാണ് KT ഞാൻ. അല്ല, മാണി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കുന്നതും മുന്നണിയുടെ ഭാഗമാകുന്നു എന്താണ് UDF രാഷ്ട്രീയത്തിൻ്റെ നിലപാടുകളോട് യോജിച്ചു പോകാനാവാത്തൊരു സാഹചര്യം. അതിലെല്ലാം അപ്പുറത്ത് എന്താണ് UDF-ഉം BJP-യും ഒരുപോലെ പ്രതിനിധീകരിക്കുന്ന ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ട ഇറക്കുമതി നയങ്ങളൊക്കെ തന്നെ കേരള കോൺഗ്രസിൻ്റെ സാമൂഹ്യ അടിസ്ഥാനമായിരിക്കുന്ന ഇവിടുത്തെ റബ്ബർ കർഷകരുൾപ്പെടെയുള്ള മലയോര കർഷക ജനതയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്ന പാപ്പരീകരണം, ഇതിൻ്റെയൊക്കെ ഒരു പൊതുപശ്ചാത്തലമാണ് മാണി ഗ്രൂപ്പിനെ പ്രൊഫസർ ജോസ് നേതൃത്വം നൽകുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയെ ഇടതുപക്ഷ മുന്നണിയുമായി ബന്ധിപ്പിച്ചത്. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആ കക്ഷിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ടമോ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളിലെ ഏതെങ്കിലും തരത്തിലുള്ള അപ്രിയോ നേരിടേണ്ട ഒരു സംഭവവും ഇപ്പോൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലെ നേതാക്കൾ ആരും തന്നെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് ഇന്നേ കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഞാനിപ്പോഴും കാണുന്നത് ജോസ് കെ മാണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ തന്നെ നിന്നു പോകുമെന്ന കാര്യത്തിൽ ഒരു ത്രിതല ഇതുണ്ടല്ലോ, എന്താണ് മേഖലാ ജാഥ, അതിലൊന്നിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ജോസ് കെ മാണിയാണ്. അദ്ദേഹം ഉണ്ടാവില്ലെന്നൊരു ഒരു കൺഫർമേഷൻ ഇപ്പൊ ഇല്ല. അങ്ങനെ ഉണ്ടോ? ഒരു അനിശ്ചിതത്വം അതിനകത്തുണ്ടോ? അല്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ജയരാജ് നയിക്കുമെന്ന് അവരുടെ പാർട്ടിയിൽ ഒരു നിർദ്ദേശമുണ്ടായതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ വായിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ അതൊക്കെ എന്താണ് ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ പ്രശ്നം മാത്രമാണ്. ഈ ജാഥ അതിലെ ക്യാപ്റ്റനായിട്ട് ആര് വരുന്നു, ഏത് പാർട്ടി നയിക്കുന്നു, ആ പാർട്ടിയുടെ ഏത് പ്രതിനിധി വേണമെന്നൊക്കെ ഉള്ളത് അവരുടെ ഒരു നിലപാടാണ്. പക്ഷേ ജോസ് കെ മാണി ഇതുവരെ ഞാൻ ആ ജാഥ നയിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ പാർട്ടിക്കകത്ത് എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് അവരുണ്ടാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മളറിയില്ല. പക്ഷേ ഇത് വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ രാവിലെ മുതൽ എന്താണ് ജോസ് കെ മാണി ദുബായിൽ പോയിരിക്കുന്നത്. ദുബായിലെ ഒരു ബിസിനസ്സുകാരൻ്റെ, ലീഗുമായി ബന്ധമുള്ള ഒരു ബിസിനസ്സുകാരൻ്റെ വീട്ടിൽ മുന്നണി മാറ്റത്തിനുള്ള ആലോചനകൾ, ചർച്ചകൾ തകൃതിയായി മുന്നോട്ട് പോവുകയാണെന്നാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഒരു ലജ്ജയുമില്ലാതെ റിപ്പോർട്ട് ചെയ്ത്. ജോസ് കെ മാണി തന്നെ അത് അങ്ങനെയല്ല, ഞാൻ വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ്, കുടുംബവുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് യോജിച്ചു പോവുക, അതിൻ്റെ നിലപാടുകളുമായി ചേർന്ന് പോവുക എന്നുള്ളതാണ് എൻ്റെ നിലപാടെന്ന് വളരെ കൃത്യമായി വ്യക്തമായി കഴിഞ്ഞിട്ട് എന്നിട്ടും എന്താണ് ഒരു ഊഹത്തെ, തോന്നലുകളെ അല്ലെങ്കിൽ ചില അനാവശ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നത് VD സതീശൻ എന്നാണ് CPIM-ന്റെ ആ കാര്യത്തിലുള്ള പ്രതികരണം. വസന്ത് ഈ LDF-ൽ നിന്നുള്ള കക്ഷികൾ വരുമെന്ന് വളരെ കൃത്യമായി തന്നെ VD സതീശൻ പറയുന്നുണ്ട്. അതിലുള്ള കക്ഷികൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. അപ്പം അതിലെ പ്രധാന കക്ഷികളാണ് ഇപ്പോൾ CPI ഒരു പ്രധാന കക്ഷിയാണ്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അതിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ്. അത്തരം ആളും ആരോ ഒക്കെ ഉള്ള പാർട്ടി തന്നെയാണോ വരാൻ പോകുന്നത്? അല്ല, നോക്കൂ, നേരത്തെ സഖാവ് KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് ശരിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDF വിട്ടത് റബ്ബർ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ഉയർത്തി കാണിച്ചാണ് എന്നാണ്. ഒന്ന്, ടെക്നിക്കലി UDF വിടുകയായിരുന്നില്ല, അവരെ UDF നേതൃത്വം പുറത്താക്കുകയായിരുന്നു. കാരണം ഞങ്ങൾ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ വെച്ചിരുന്ന ഒരു ടേം വ്യവസ്ഥയും അതുമായി ബന്ധപ്പെട്ട ഒരു എഗ്രിമെന്റും പാലിച്ചില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. അത് നിഷാദിനും അറിയാം, കോട്ടയംകാരൻ എന്ന നിലയിൽ എനിക്കും അറിയാം. പക്ഷേ നോക്കൂ, ഇപ്പൊ സഖാവ് കുഞ്ഞിക്കണ്ണൻ പറയുന്നത് ശരിയാണെങ്കിൽ റബ്ബർ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്, റബ്ബറിന്റെ അടിസ്ഥാന വിലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് കേരള കോൺഗ്രസിനെ UDF വിടാൻ പ്രേരിപ്പിച്ചതെങ്കിൽ
ഇപ്പോൾ അവർക്ക് LDF വിടാൻ എത്രയോ മനോഹരമായ ഒരു റീസൺ ആണത്. നോക്കൂ, ശ്രീ കെ എം മാണി UDF-ന്റെ മന്ത്രിയായിരുന്നപ്പോൾ പ്രഖ്യാപിച്ച അടിസ്ഥാന വില, ആ വില കൊടുക്കാൻ ഇന്ന് LDF-ന്റെ 1-2 ഗവൺമെന്റുകൾക്ക് റബ്ബർ കർഷകർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? 200 രൂപ എന്നുള്ളത് 180 രൂപയാക്കി നിജപ്പെടുത്തിയത് ആയതുമായി ബന്ധപ്പെട്ട് റബ്ബർ ഫണ്ട് പ്രഖ്യാപിച്ചത്, ആ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് പിന്നീട് കൊടുത്തിട്ടുണ്ടോ? മിനിമം റബ്ബർ കർഷകന് 180 രൂപയെങ്കിലും കൊടുക്കണം, അതിന് സർക്കാർ ബാക്കി പൈസ കൊടുക്കും എന്ന് പറഞ്ഞുണ്ടാക്കിയ ഫണ്ട്, റബ്ബർ ബെലവൻറ്റ് ഫണ്ട്, അത് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ ഇപ്പൊ UDF വിടാൻ അവർക്ക് റബ്ബറായിരുന്നു വിഷയമെങ്കിൽ അതിനേക്കാൾ മനോഹരമായി റബ്ബർ മേഖലയിലെ പ്രതിസന്ധി ഇന്ന് നിൽക്കുകയാണ്. കോട്ടയത്തെ ഞാനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജെയ്സൺ ജോസഫ് അടക്കമുള്ള കോട്ടയംകാർക്ക്, പ്രത്യേകിച്ച് നിഷാദും കോട്ടയംകാരനൊക്കെ ആയിരുന്നല്ലോ, അപ്പൊ കോട്ടയത്തെ നമ്മുടെ റബ്ബർ കർഷകന്റെ പ്രയാസം നിങ്ങൾക്കറിയാമല്ലോ, നമുക്കറിയാമല്ലോ. അപ്പോ കേരള കോൺഗ്രസിനെ മുന്നണി വിടാൻ ഇത്രയും മനോഹരമായ ഒരു റീസൺ, മനോഹരമായ ഒരു കാലം മറ്റൊന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. ഞാൻ മനസ്സിലാക്കുന്നത് താത്വികപരമായും ആശയപരമായും ആ മുന്നണി വിടുകയാണെങ്കിൽ ഏറ്റവും ആദ്യം വിടേണ്ടത് CPI ആണ്. കാരണം കഴിഞ്ഞ കുറെ കാലമായി കമ്മ്യൂണിസ്റ്റുകളല്ല, തങ്ങൾ പിണറായിസ്റ്റുകളാണ് എന്ന് തെളിയിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ആ സംഘം. അതിന്റെ ഭാഗമായിട്ടാണ് അവർ RSSന്റെ വിചാരധാരയ്ക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മുഴുവൻ തിരുത്തി എഴുതാൻ പോകുന്ന PM ശ്രീയിൽ ഒപ്പിട്ടത്. ആയതുമായി ബന്ധപ്പെട്ട് വിവിധ ഘട്ടങ്ങളിൽ അവർ തന്നെ അവരുടെ പാർട്ടി വേദികളിൽ എതിരഭിപ്രായം ഉന്നയിച്ചിട്ടുണ്ട്. CPIയുടെ ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിൽ അവരുടെ ജില്ലാ കമ്മിറ്റികൾ ആകെ ഈ പറയുന്ന PM ശ്രീ അടക്കമുള്ള വിഷയങ്ങൾ സർക്കാരിന്റെ അതൊക്കെ വസന്ത നിങ്ങൾ പറയുന്ന കാരണങ്ങളല്ലേ? അങ്ങനെ ഈ സന്ദർഭത്തിലെല്ലാം, ഈ വിവാദങ്ങളുടെ എല്ലാം, PM ശ്രീയുടെ സന്ദർഭമായാലും റബ്ബർ വിലയുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും എല്ലാം, ആ സന്ദർഭങ്ങളിലൊന്നും ഒരു നിലപാടും ജോസ് കെ മാണി സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സർക്കാരിനൊപ്പം നിലനിൽക്കുകയുമാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾ നിലപാട് തിരുത്തുകയാണ്, അല്ലെങ്കിൽ അന്ന് സർക്കാർ ചെയ്തത് ശരിയായില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഈ വിവാദങ്ങളൊക്കെ കേരളം ഡിസ്കസ് ചെയ്ത ഘട്ടത്തിലെല്ലാം സർക്കാരിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ജോസ് കെ മാണിയും മാണി ഗ്രൂപ്പും ചെയ്തിട്ടുള്ളത്. പിന്തുണ പ്രഖ്യാപിക്കുകയാണ് CPI ചെയ്തിട്ടുള്ളത്, പിന്തുണ പ്രഖ്യാപിക്കുകയാണ് NCP ചെയ്തിട്ടുള്ളത്, പിന്തുണ പ്രഖ്യാപിക്കുകയാണ് JDS ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഏത് കക്ഷിയാണ് ഈ കൊണ്ടുവരുമെന്ന് പറയുന്നത്? അല്ല, നോക്കൂ, ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ബഹുജന അടിത്തറ വിപുലപ്പെടുത്തുമെന്നുള്ളതാണ്. അതിപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞില്ലേ? നിങ്ങൾ പറയുന്ന വിസ്മയം അതെന്തോ PR എക്സസൈസിന്റെ ഭാഗമാണ് എന്ന് സഖാവ് കുഞ്ഞിക്കണ്ണൻ പറയുമ്പോൾ, അല്ല വസന്തേ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വ്യക്തികളും കക്ഷികളും വരും, LDF-ൽ നിന്നും NDAയിൽ നിന്നും കക്ഷികൾ വരും എന്ന് വെച്ചാൽ കക്ഷി വരണം, അല്ലാതെ ഐഷ പോറ്റിയെ പോലെ ഒരു XMLA വന്നാൽ പോരാ. അല്ല, NDAയിൽ നിന്ന് മുന്നണി കക്ഷികൾ വന്നില്ലേ ഇവിടേക്ക്? നോക്കൂ, അരികുവൽക്കരിക്കപ്പെട്ട CK ജാനു, അവരുടെ പാർട്ടി, അവർ വന്നില്ലേ? ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ബഹുജന അടിത്തറ, അത് അതിൻ്റെ അകത്ത് ആദിവാസികൾ വരും, SC ST-കാരൻ വരും, അരികുവൽക്കരിക്കപ്പെട്ടവൻ വരും, അങ്ങനെയുള്ള ഒരു ബഹുജന അടിത്തറ വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. അതിന്റെ തുടക്കം മാത്രമാണ് ആയത്. ഇനി വിസ്മയവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ വാക്കാണ് നിങ്ങളെ വേദനിപ്പിക്കുന്നതെങ്കിൽ നോക്കൂ, കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ വിസ്മയം പ്രവർത്തിച്ചില്ലേ? 4-5 ഇരട്ടി ഭൂരിപക്ഷത്തിലല്ലേ ഞങ്ങൾ എല്ലാ സീറ്റുകളിലും ജയിച്ചു വന്നത്? നിങ്ങളുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. ആരാണ് വരാൻ പോകുന്നത് എന്നാണ്, ആരാണ് വരാൻ പോകുന്നത് എന്നാണ്. അവിടുന്ന് ആരും വരാനില്ല എന്ന് LDF പറയുന്നു, അവിടുന്ന് ആരും വരാനില്ല എന്ന് CPM പറയുന്നു, ഞങ്ങൾ അങ്ങോട്ടും പോകുന്നില്ല എന്ന് മാണി സാറിന്റെ മോനും പറയുന്നു. പിന്നെ ഇത് ആര് വരുമെന്നാണ് നിങ്ങൾ പറയുന്നത്? 4 തവണയാണ് ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ജോസ് കെ മാണിക്ക് തിരുത്തേണ്ടി വന്നത് കേട്ടോ നിഷാദ്. അങ്ങനെ വായിച്ചോ? ഏറ്റവും ആദ്യം ഞങ്ങൾ ഒറ്റക്കെട്ടായി പോകുമെന്നും തുടരുമെന്നും പറഞ്ഞ അതേ ജോസ് കെ മാണി അത് കേരള കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചു പോകും, തീരുമാനിച്ചാണ് ആ തീരുമാനത്തിലേക്ക് എത്തുക എന്ന് തിരുത്തിയിട്ടുണ്ട്. അതുകൂടി രാഷ്ട്രീയ ലൈനായി വായിക്കേണ്ടതുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീ നിഷാദ്, ഇപ്പോ KT കുഞ്ഞിക്കണ്ണൻ അടക്കമുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, കോൺഗ്രസ് ലീഡർഷിപ്പ് ഇടപെട്ട് ഐഷ പോറ്റിയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നാൽ അവിടുത്തെ ജാതി സമവാക്യങ്ങൾ പരിഗണിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഐഷ പോറ്റിയുടെ വരവ് കൊണ്ട് അവിടെ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ഞങ്ങൾ വരുന്നവന്റെ ജാതി നോക്കിയല്ല കൂടെ കൂട്ടുന്നത്. അവരുടെ ഇന്റൻഷൻ ഇപ്പോൾ തന്നെ വ്യക്തമായി. ഐഷ പോറ്റി ഒരു പവർ പാക്ക് ആണ്. അവരൊരു ആ ജൈൻ കില്ലറെ ഐഷ പാറ്റി ആദ്യം തോൽപ്പിക്കുന്ന ആരെയാണ്? കൊട്ടാരക്കരയിൽ ആദ്യം തോൽപ്പിക്കുന്നത് ബാലകൃഷ്ണ പിള്ളയാണ്. അവരൊരു ജൈൻ കില്ലറാണ്. ഇടതുപക്ഷത്തിന്റെ അടിത്തറയെ ഭേദിക്കാൻ ഐഷ പോറ്റിയെ പോലെ ഒരാളെ കൊണ്ട് കഴിയുമോ, ഭാഗ്യാന്വേഷിയെ കൊണ്ട് കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അല്ലാതെ ജാതി പറഞ്ഞാൽ എനിക്ക് തോന്നിയില്ല. മന്ത്രിസഭയിലെ അംഗം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഐഷ പോറ്റിയുടെ അമ്പേറ്റ് തോക്കുന്നത് കാണുമ്പോൾ കൂടി അത് പറയണം. 2, ഐഷ പോറ്റിയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത്, ഞങ്ങൾക്ക് വേണ്ടി ആ പണി ആകെ എടുത്തത് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സഖാവ് പിണറായി വിജയനാണ്. ഐഷ പോറ്റി സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾ വേറെ ക്വസ്റ്റ്യൻ ഉണ്ട് വസന്തയോട്. ഐഷ പോറ്റി നിങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവന്നായി പറയുന്നേ? ഐഷ പോറ്റി 3 തവണ മത്സരിച്ചു, 4ാം തവണ മത്സരിക്കാൻ സീറ്റ് കിട്ടാതായപ്പോൾ അസ്വസ്ഥയായി. പാർട്ടിയുടെ ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല, ഒരു ജില്ലാ കമ്മിറ്റിയിൽ പോലും പങ്കെടുത്തിട്ടില്ല, ഏരിയയിൽ നിന്ന് അവർ ഒഴിവായി.
ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുകയാണ്, എനിക്ക് ഓടി നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിരമിച്ചു. അത് കഴിഞ്ഞ് സേവാഭാരതിയുടെ പരിപാടിയിൽ പോയി അഭിമാനത്തോടെ പങ്കെടുത്തു. അതിനുശേഷം നിങ്ങളുടെ ക്യാമ്പിൽ വന്നു. നിങ്ങൾ ഏത് കമ്മിറ്റിയിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നു എന്നാണ് ഈ പറയുന്നത്? അല്ല, ഞാൻ അതിലാണ് വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞത്. 2023 വരെ, അതായത് നിങ്ങൾ ഈ പറയുന്ന പാർട്ടി സീറ്റ് നിഷേധിക്കപ്പെട്ടത് 2023-ലല്ലോ, 2023 വരെ അവരുടെ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുത്ത ആളാണ് ഐഷ പോറ്റി. ജില്ലാ കമ്മിറ്റി ഞാൻ മനസ്സിലാക്കുന്ന പോലെ ഒറ്റ DC അവർ പങ്കെടുത്തിട്ടില്ല. അവർ DC പങ്കെടുക്കാനോ ഏരിയ കമ്മിറ്റിയിൽ പങ്കെടുക്കാനോ പാർട്ടി പരിപാടികളിൽ പ്രയത്നിക്കാനോ ഒന്നും അല്ല. അവരാഗ്രഹിക്കുന്നത് പാർലമെന്ററി പൊസിഷൻസ് ആണ്. 3 തവണയായപ്പോൾ മാറി നിൽക്കണമെന്ന് എല്ലാവരോടും പറഞ്ഞ പോലെ അവരോടും പറഞ്ഞു. അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അവർ പാർട്ടി പ്രവർത്തനവും നിർത്തി, സ്വാഭാവികമായും ഒഴിഞ്ഞു. അതിനുശേഷം സേവാഭാരതിയിലൊക്കെ പരിപാടിയിലും പോയി. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടി. അല്ലാതെ CPM-ൽ ആക്റ്റീവായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരാൾ CPM-മാർ എന്തോ മഹാദ്രോഹം ചെയ്തു എന്നതുകൊണ്ട് വേദനിച്ചിറങ്ങി വരികയാണ് എന്നൊന്നും ഇവിടെ ആർക്കും തോന്നുന്നില്ല. അല്ലല്ലോ ശ്രീ നിഷാദ്, നോക്കൂ, ഞാൻ പറഞ്ഞത് 2021-ലാണ് നിങ്ങൾ ഈ പറയുന്നതെങ്കിൽ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പ് നടന്നത് ആണല്ലോ. അവിടെ 2021-ലാണല്ലോ അവരുടെ സീറ്റ് നിഷേധിക്കപ്പെടുന്നത്. അതിനുശേഷം പിന്നീട് ഉണ്ടായിരുന്ന 2-2.5 വർഷക്കാലം അവർ CPM വേദികളിലും അവരുടെ പാർട്ടി കമ്മിറ്റികളിലും സജീവമായിരുന്നു. പിന്നീട് അവരെ സൈഡ് ലൈൻ ചെയ്തു എന്നാണ് അവർ തന്നെ പറയുന്നത്. എന്റെ ആവശ്യമില്ല എന്ന് പാർട്ടിക്ക് തോന്നി, പാർട്ടി വേദികളിൽ വിളിക്കാതെയായി, പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുപ്പിക്കാതായി. അതിന് ഇന്ന് അവർ കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂകൾ കാണൂ, അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്, വിളിക്കാത്തൊരു പരിപാടിക്ക് 3 തവണ MLA ആയ ഒരാൾക്ക്, ബാലകൃഷ്ണ പോലെ കേരള രാഷ്ട്രീയത്തിലെ ഒരു അധികായകനെ തോൽപ്പിച്ച് കയറി വന്നൊരു നേതാവിന് വിളിക്കാത്ത സദ്യക്ക് പോയി ഉണ്ണാൻ പറ്റുമോ? അപ്പൊ സ്വാഭാവികമായും അവരെ സൈഡ് ലൈൻ ചെയ്തെങ്കിൽ അവരൊട്ടും ആക്റ്റീവ് ആയിരുന്നില്ല. അവരൊട്ടും ആക്റ്റീവ് ആയിരുന്നില്ല. പോട്ടെ, എന്ത് കാരണത്താലായാലും അവർ CPM-മായി ബന്ധം അവസാനിപ്പിച്ച ആളല്ലേ. അവർ ആക്റ്റീവ് ആയിരുന്നില്ല. ഒന്നാമത്തെ കാര്യം, ആക്റ്റീവ് ആകത്തുകൊണ്ട് അവർ പാർട്ടി പരിപാടികളിൽ എവരെയും അവർ വിളിക്കപ്പെട്ടിട്ടുമില്ല. പാർട്ടിയുമായി ചേർന്നല്ല അവരും പോയത്. 2021-ലല്ല, 2016-ൽ തന്നെ അവർ മത്സരിക്കേണ്ടതുണ്ടോ എന്ന ചർച്ച വന്ന ഘട്ടത്തിൽ അവർ വേറെ ചില ആലോചനകൾ നടത്തുകയും അത് വാർത്തയാവുകയും ചെയ്ത് നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ. വീണ്ടും അവരുടെ സ്ഥാനാർത്ഥിയാവുന്നു. 2021-ൽ മത്സരിക്കാൻ അവസരം കൊടുക്കാത്തതിൽ അവരുടെ അതൃപ്തി അന്നേ പ്രകടമാണ്. അതിനുശേഷം അവർ പാർട്ടിയുമായിട്ടൊരു നിസ്സഹകരണ ലൈനിലാണ്. സ്വാഭാവികമായിട്ടും പാർട്ടി പരിപാടികളിൽ അവർ പങ്കെടുക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ അവർ പാർട്ടിയുടെ കമ്മിറ്റികളിൽ പങ്കെടുത്തിട്ടില്ല. എന്നിട്ട് എനിക്ക് സജീവ രാഷ്ട്രീയത്തിൽ നോക്കൂ, എനിക്ക് ഓടി നടന്ന് പ്രവർത്തിക്കാൻ വയ്യാതായിരിക്കുന്നു, അതിന് കഴിയുന്നവർ പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞാണ് അവർ 2024 നവംബറിൽ ഞാൻ വിരമിക്കുകയാണെന്ന് മറ്റിൽ പ്രസ്താവന നടത്തിയത്. അങ്ങനെ ഓടി നടന്ന് പ്രവർത്തിക്കാൻ വയ്യാന്ന് പ്രഖ്യാപിച്ച ഒരാളെ നിങ്ങൾ എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്യുക എന്ന് അവരെ ബ്രാൻഡ് ചെയ്തു എന്നാണ് പിന്നീട് അവർ വ്യക്തമാക്കിയത്. ആ രീതിയിൽ കൊല്ലം ജില്ലയിലെ CPM നേതൃത്വത്തിൽ നിന്ന് വാക്കുകൾ വന്നുവെന്നും മുകേഷിനെ പോലെ പാർട്ടിയുമായി പുലബന്ധമില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് കെട്ടി എഴുന്നള്ളിച്ച് കൊല്ലം ജില്ലയിലെ പാർട്ടി പ്രവർത്തകർ തലയ്ക്ക് മുകളിൽ പ്രതിഷ്ഠിച്ചുവെന്നും ആ ജില്ലയിൽ തന്നെ പ്രശ്നങ്ങളുണ്ടല്ലോ. കഴിഞ്ഞ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് നിന്ന് ഉയർന്നു കേട്ടത് നമ്മൾ മുഴുവൻ കേട്ടതല്ലേ. അപ്പൊ അവിടെ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ പ്രതിസന്ധികൾ ഇപ്പോ ഇന്നൊരു ദിവസം ഞാൻ ചോദിക്കട്ടെ, ഒരു ഒറ്റ സെക്കൻഡ് വസന്ത, ഞാൻ ഒറ്റ ചോദ്യം, എനിക്ക് ഇത് മാത്രം ഇതിൽ നിൽക്കാൻ പറ്റില്ല. പക്ഷേ എന്താണ് ഐഷ പോറ്റിക്ക് എന്താണ് കൊടുക്കേണ്ടിയിരുന്നത്? ഐഷ പോറ്റിക്ക് എന്താ? KV തോമസ് ഒക്കെ പോയപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ എന്താണ് തോമസ് മാഷിന് പാർട്ടി തരാതിരുന്നത്? അതുപോലെ ഐഷ പോറ്റിക്ക് എന്താണ് CPM കൊടുക്കാതിരുന്നത്? ജില്ലാ പഞ്ചായത്തിൽ പദവി കൊടുക്കുന്നു, ലോയസ് യൂണിയനിൽ പദവി കൊടുക്കുന്നു, അവർക്ക് MLA പദവി കൊടുക്കുന്നു, അവരെ സ്പീക്കറായിട്ട് മത്സരിപ്പിക്കുന്നു. പോരെ, 3 തവണയാണ്. 3 തവണ പോലും ചാൻസ് കിട്ടാതെ എത്ര പേരുടെ ഉണ്ട്? അതിനുശേഷം അവരോട് മാറി നിൽക്കാൻ പറഞ്ഞു. അതിനുശേഷം എന്താ പിന്നെ അവരെ ജില്ലാ സെക്രട്ടറി ആക്കണമായിരുന്നു? എനിക്ക് മനസ്സിലായില്ല. അവരെ നിങ്ങൾ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്തില്ല പാർട്ടി എന്നായി പറയുന്നത്? ഇന്ന് ഐഷ പോറ്റി വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അവരുടെ സെൽഫ് റെസ്പെക്റ്റിനെ, അവരുടെ ഒരു വ്യക്തി എന്ന നിലയിൽ രാഷ്ട്രീയ അസ്തിത്വത്തെ ബാധിക്കുന്ന രീതിയിൽ CPM നേതാക്കളുടെ ഭാഗത്തു നിന്ന് പോലും പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തോമസ് മാഷിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ലേ? തോമസ് മാഷിന്റെ കാര്യത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലേ? അതെങ്ങനെയാ ഉണ്ടായത്? കേന്ദ്രമന്ത്രി സ്ഥാനവും ഇനി എന്താണ് തോമസ് മാഷിനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കണം തോമസ് മാഷിനെ? അതന്നെയാണ് CPM-ന് എന്താ ചെയ്യാൻ പറ്റിയ? 3 തവണ MLA പദവി കൊടുത്ത ഒരാൾക്ക് ഇനി എന്താ കൊടുക്കാനുള്ള? അവിടെ വേറെ ആൾക്കാർ മത്സരിക്കാനില്ലേ? തോമസ് മാഷ് ഞങ്ങളുടെ വേദിയിൽ തലേന്ന് പങ്കെടുത്തിട്ടാണ് പിറ്റേ ദിവസം സെമിനാറിൽ പങ്കെടുക്കാൻ പോയത്. അങ്ങനെയല്ല ഐഷ പോറ്റി കഴിഞ്ഞ 2 വർഷക്കാലമായി CPM-നുള്ളിലെ പിണറായി സ്റ്റുകൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അവരത് പറയുന്നുണ്ട്, അത് കേരള പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ രാഷ്ട്രീയ അനാഥത്വത്തിലേക്ക് തള്ളിവിടാൻ ഞങ്ങൾ തയ്യാറല്ല. അവർ ഞങ്ങളുടെ ഒപ്പം ഐഷ പോറ്റിയുടെ വരവ് ഗുണമാകുന്നതിന് പിന്നാലെ പാർട്ടികൾ തന്നെയും വരാനുണ്ട് നിങ്ങൾ പറയുകയാണ്. ഞാൻ ജെയ്സൺ ജോസഫ്, നോക്കൂ, UDF-ന്റെ ഒരു പൊതുവികാരം മാണി ഗ്രൂപ്പ് തിരികെ വരണം എന്നതാണ്. ഇവിടെ ജോസഫ് ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, നിങ്ങളിവിടെ ഉണ്ട്. പക്ഷേ UDF-ന്റെ പൊതുവികാരം വരട്ടെ എന്നാണ്. കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് വിജയമൊക്കെ ഉണ്ടായതിനു ശേഷം, എന്ന് വെച്ചാൽ മാണി ഗ്രൂപ്പിന് സ്വാധീനമുണ്ടായിരുന്ന മേഖലകളിൽ പോലും നിങ്ങൾ വിജയിച്ചതിന് ശേഷവും അവർ വരണം ഇങ്ങോട്ടേക്ക് എന്ന മൂഡാണ് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും എല്ലാം പങ്കുവെക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതാക്കളോട് ചോദിച്ചാലും പറയും അവർ വരുന്നു എന്ന് പറഞ്ഞാൽ വി ആർ റെഡി ടു റിസീവ്, ഞങ്ങൾ സ്വീകരിക്കാൻ റെഡിയാണ് എന്നതാണ്. ഇപ്പോൾ പോട്ടെ,
ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നില്ല, പക്ഷേ മാണി ഗ്രൂപ്പിന് വരണം എന്നതാണ് മോഹമെങ്കിൽ UDF ഒരു വെൽക്കമിങ് മൂഡിലാണോ ജെയ്സൺ? നമസ്കാരം. ഇതിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന UDF യോഗം കഴിഞ്ഞ ആഴ്ചയിൽ എറണാകുളത്ത് വെച്ച് കൂടിയുണ്ടായി. ആ എറണാകുളത്ത് വെച്ച് കൂടിയ യോഗത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആദരണീയനായ ചെയർമാൻ PJ ജോസഫ് സാർ തന്നെ ഈ വിഷയം അവിടെ UDF യോഗത്തിൽ ഉന്നയിക്കുകയുണ്ടായി. അതായത് ഇപ്പോൾ നമ്മൾ ചാനലുകളിൽ കൂടെ മാധ്യമങ്ങളിൽ കൂടെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് കേരള കോൺഗ്രസ് UDFിലേക്ക് കടന്നു വരാൻ അല്ലെങ്കിൽ കടന്നു വരുന്നു, അവർ പാർട്ടി മൊത്തത്തോടെ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് മാധ്യമങ്ങളിൽ കൂടെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതല്ലാതെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു നേതാവും അല്ലെങ്കിൽ പാർട്ടി ചെയർമാനോ ഇന്ന് നമ്മുടെ ജോസ് കെ മാണി തന്നെ പല സമയങ്ങളിലായി ഫേസ്ബുക്കിലൂടെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ നോമിനിയായിട്ട് സർക്കാരിലുള്ള റോഷി അഗസ്റ്റിൻ ബഹുമാനപ്പെട്ട മന്ത്രിയും ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് പറയാൻ ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ UDFിൻ്റെ വേദിയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് പൊതുവേ UDFിൻ്റെ മുഴുവൻ ഘടകകക്ഷികളും മുഖ്യകക്ഷിയായ കോൺഗ്രസ് ഉൾപ്പെടെ അത് അംഗീകരിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പാർട്ടി ഫോറത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് UDFിൻ്റെ ബഹുജന അടിത്തറ വ്യാപിപ്പിക്കണം എന്നുള്ള വിപുലീകരിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പാർട്ടി മൊത്തമായി കടന്നു വരുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ചോദിച്ചു. അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു മീഡിയയിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു ചർച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്കാർക്കും പറയാൻ സാധിക്കില്ല. എന്റെ ചോദ്യം അതല്ല, ജോസ് കെ മാണിയുടെ പാർട്ടി വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എന്നൊരൊറ്റ നേതാവ് UDFിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുമായിരിക്കും. എന്റെ ചോദ്യം വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ സ്വീകരിക്കാൻ സന്നദ്ധമാണെന്നാണ് രമേശ് ഞാനെടുത്ത ഇന്റർവ്യൂവിൽ എന്നോട് വേണ്ട എന്നും വരണമെന്നും പറഞ്ഞിട്ടില്ല. വരണമെന്ന് പറഞ്ഞിട്ടില്ല, ശരിയാണ്. പക്ഷെ അവർ വരാൻ സന്നദ്ധരായാൽ അവരെ ഞങ്ങൾ സ്വീകരിക്കാം എന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെയും ലീഗ് നേതൃത്വത്തിന്റെയും മൂടതാണ്. ആ പാർട്ടിക്കകത്ത് തന്നെ ഒരു കൂട്ടം ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. ജെയ്സൺ ജോസഫ് പ്ലീസ്. ആ പാർട്ടിക്കകത്ത് തന്നെ ഒരു കൂട്ടം ആളുകൾക്ക് ഇങ്ങോട്ട് തിരികെ വരണമെന്ന് ആഗ്രഹമുണ്ട്. വരുന്നവരെ സ്വീകരിക്കാമെന്നാണ് ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിന്റെ നിലപാട്. നിങ്ങളുടെ നിലപാടും അതാണോ? അവർ വരാൻ സന്നദ്ധരെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കാം എന്നാണോ? അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. വരണം എന്ന് ഉള്ളത് മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയാണ്. ഏത് നേതാവാണ് വരാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത്? അല്ല, അതന്നെ ചോദിക്കുന്നതല്ല. UDFിൽ കൂടുതൽ കക്ഷികൾ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. കേരളത്തിൽ UDFിൽ കൂടുതൽ കക്ഷികൾ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്, വളരെ ക്ലിയർ ആയി പറഞ്ഞിട്ടുണ്ട്. അതിൽ മാണി ഗ്രൂപ്പ് വരികയാണെങ്കിൽ വന്നോട്ടെ, പക്ഷെ ഞങ്ങൾ പോയി വിളിക്കില്ല, അവർ വരണം എന്ന നിലപാട് നിങ്ങൾക്കുണ്ടോ? അവർ വരുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് ഒരു പാർട്ടി ഒരു മുന്നണി വിട്ട് മറ്റു മുന്നണിയിലേക്ക് കടന്നു വരുന്നത്? ഇപ്പോൾ നിലവിലുള്ള അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലുണ്ടെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന നേതൃത്വം അവിടുത്തെ എല്ലാ ഘടകകക്ഷികളെയുമായി ആലോചിച്ച്, പ്രത്യേകിച്ച് കേരള കോൺഗ്രസുമായിട്ട് ആലോചിച്ച് അതിനകത്ത് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി. കേരള കോൺഗ്രസിൻ്റെ വികാരം UDF നേതാക്കന്മാർ മനസ്സിലാക്കണ്ടേ? ഞങ്ങളുടെ കാര്യങ്ങൾ അവരൊരു പാർട്ടി കടന്നു വരുമ്പോൾ ഒരു പാർട്ടിയുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കണ്ടേ? അത് മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങളുടെ പ്രശ്നം നയപരമായ പ്രശ്നമാണോ? നിങ്ങളുടെ പ്രശ്നം നയപരമായ പ്രശ്നമാണോ അതോ അക്കോമഡേഷൻ ഇഷ്യൂ ആണോ? നമ്പേഴ്സ് ആൻഡ് സീറ്റുകൾ അത് വെച്ച് മാറേണ്ടി വരുന്നത്, കോംപ്രമൈസ് അതുപോലുള്ള പ്രശ്നങ്ങളാണോ? അതോ നയപരമായി തന്നെ ഒരു വഞ്ചക സംഘത്തെ അടുപ്പിക്കാൻ പാടില്ല എന്ന നിലപാടാണോ? നയപരമായ കാര്യം, അതായത് ഇവിടെ നമ്മൾ ഈ ചർച്ച മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വവും പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഒരു കക്ഷി മുഴുവനായോ ഭാഗികമായോ ഏതെങ്കിലും സാഹചര്യത്തിൽ, അത് കേരള കോൺഗ്രസ് എന്നുള്ളതല്ല, NDAക്കകത്തുനിന്നോ ഇടതുപക്ഷത്തിനകത്തുനിന്നോ ഒരു കക്ഷി ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ അതിനെ സംബന്ധിച്ച് UDFിൽ ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ തീരുമാനത്തിലേക്ക് വരികയുള്ളൂ. അതുമാത്രമേ കേരള കോൺഗ്രസും പറയുന്നുള്ളൂ. ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ ബഹുമാനപ്പെട്ട PJ ജോസഫ് സാറും ആ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ആരും അടിത്തറ വിപുലീകരിക്കുന്നതിന് കേരള കോൺഗ്രസ് പാർട്ടി എതിരല്ല. ആ ഒരു വസ്തുത മനസ്സിലാക്കണം. ഇവിടെ താങ്കൾ ചോദിച്ചു ഇവിടുത്തെ സീറ്റിൻ്റെ വിഷയമാണോ എണ്ണത്തിൻ്റെ വിഷയമാണോ? അതൊക്കെ ചർച്ച UDFിനകത്ത് സംസ്ഥാന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ കൺവിൻസ് ചെയ്യാതെ ഒരു തീരുമാനം UDFിന് എടുക്കാൻ കഴിയില്ല എന്നാണ് അവരുടെ നിലപാട്. ആനന്ദ് കൊച്ചുകൂടി മാധ്യമപ്രവർത്തകനോടൊപ്പം. ആനന്ദ് കൊച്ചുകൂടി, സോറി ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ആനന്ദ്, ഞാൻ ചോദിക്കുന്നതേ മാണി ഗ്രൂപ്പിന്റെ ഒരു പൊതുവികാരം ഞാൻ പറയാം. ആനന്ദ്,
മാണി ഗ്രൂപ്പിന്റെ അകത്തുള്ള പൊതുവികാരത്തെ താങ്കൾ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? രണ്ട്, മാണി ഗ്രൂപ്പിന്റെ മുമ്പിലുള്ള ഓപ്ഷൻസിനെ അല്ലെങ്കിൽ അവരെടുക്കേണ്ട എടുക്കാൻ സാധ്യതയുള്ള സ്റ്റെപ്സിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നിഷാദ്, ഈ മാണി ഗ്രൂപ്പ് പിളർന്ന് LDF പോയ സാഹചര്യം, ഇവിടെ വസന്ത് തെങ്ങുംപള്ളി പറഞ്ഞ ഒരു വാക്ക് ഞാൻ കേട്ടു. അദ്ദേഹം എന്താണ് അവരെ ചവിട്ടി പുറത്താക്കിയെന്ന രീതിയിൽ അദ്ദേഹം പറയുന്നത് ഈ സന്ദർഭത്തിൽ ഉചിതമാണോ? ഒരു കോൺഗ്രസ് വക്താവ് എന്ന നിലയ്ക്ക് അത് അദ്ദേഹമാണ് ആലോചിക്കേണ്ടത്. രണ്ട്, ഇവിടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അവരെ ഒരു വളരെ സന്നിഗ്ധ ഘട്ടത്തിൽ, അത് UDF കോൺഗ്രസിനും ആ പാർട്ടിക്ക് ഒരു ചിഹ്നമുണ്ടായിരുന്നില്ല ആ സമയത്ത്. അത് PC തോമസ് എന്ന ചിഹ്നം മാത്രമുള്ള നേതാവിൻ്റെ വീട്ടിൽ പോയി പലതവണ ചർച്ച നടത്തി അദ്ദേഹത്തെ വർക്കിംഗ് ചെയർമാനാക്കി ഒരു ചിഹ്നം കിട്ടി. അതിനുശേഷം കേരള കോൺഗ്രസ് എന്ന പാർട്ടി, ബ്രാക്കറ്റില്ലാത്ത പാർട്ടിയിൽ ഇപ്പോൾ അവർ പ്രവർത്തിക്കുകയാണ്. അവർക്ക് 10 സീറ്റ് കഴിഞ്ഞ തവണ KM മാണിയുടെ മരുമകനെ ആ പാർട്ടിയിലേക്ക് കടം കൊടുത്തിട്ട് 10 സീറ്റ് തൃക്കരിപ്പൂർ ഉൾപ്പെടെ കൊടുത്തതാണ്. അപ്പോൾ അന്ന് അവർക്ക് നേതൃബാഹുല്യം ഉണ്ടായിരുന്നു. എല്ലാവർക്കും മത്സരിക്കാൻ പറ്റിയ സീറ്റുകൾ അവർക്ക് പല നേതാക്കൾക്കും സീറ്റ് കൊടുക്കാനൊന്നും പറ്റിയില്ല. ഉദാഹരണത്തിന് ജോണി നെല്ലൂർ അല്ലെങ്കിൽ മറ്റ് പലരും ഉണ്ടായിരുന്നു അവിടെ, ജോയ് എബ്രഹാം, അങ്ങനെയുള്ള മഞ്ഞക്കടമ്പൻ, ഇവർക്കൊന്നും സീറ്റ് കിട്ടിയില്ല. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം വ്യത്യസ്തമാണ്. ഇപ്പോൾ മഞ്ഞക്കടമ്പൻ എനിക്ക് തോന്നുന്നു PV അൻവറിൻ്റെ കൂടെയാണ്. മറ്റ് പലരും, ജോണി നെല്ലൂർ ഇപ്പോൾ മാണി ഗ്രൂപ്പിലാണ്. അപ്പോൾ അതുപോലെ വ്യത്യസ്തമായ സാഹചര്യമാണ്. ഇപ്പോൾ അന്ന് ഇവർ പിളർന്നു പോയപ്പോൾ ജോസ് കെ മാണിക്ക് പാലായിൽ ജയിക്കാൻ പറ്റിയില്ല. ആദ്യം തന്നെ അന്ന് പിളർപ്പുണ്ടായപ്പോൾ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജോസ് ടോം പുലിക്കുന്നേലിനെയാണ് UDF സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത്. അന്ന് ചിഹ്നം കൊടുക്കുമോ എന്നുള്ള തർക്കം വരെ ഉണ്ടായിരുന്നു. അവസാനം അന്ന് ജോസഫ് അയ്യുകയും ജോസ് ടോം മത്സരിക്കുകയും മാണി സി കാപ്പൻ ജയിക്കുകയും ചെയ്തു. മാണി സി കാപ്പൻ ജയിച്ചു കഴിഞ്ഞിട്ട് ഇവർ ജോസ് വിഭാഗം LDF പോയി കഴിഞ്ഞപ്പോൾ മാണി സി കാപ്പൻ UDF എത്തുകയും ചെയ്തു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോസ് മാണി ഗ്രൂപ്പിന് UDF തിരിച്ചു വരണമെങ്കിൽ അവർക്ക് മാന്യമായ അക്കോമഡേഷൻ കിട്ടണം. ജോസഫ് ഗ്രൂപ്പിനാണെങ്കിലോ അവർക്കും ഒരു മാന്യമായ അക്കോമഡേഷൻ കിട്ടണം. പക്ഷേ ഇവരെ രണ്ടുപേരെയും കൂടി UDF വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ്സിന് ആവശ്യമായ സീറ്റുകൾ അവർക്ക് മത്സരിക്കാൻ ഉണ്ടാകണമല്ലോ. കോട്ടയം ജില്ലയിലും പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഒക്കെ ഉണ്ടാകണമല്ലോ. അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും. പിന്നെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോൾ ഫ്രാൻസിസ് ജോർജാണ് കോട്ടയത്തെ MP, അത് മാണി ഗ്രൂപ്പിൻ്റെ സീറ്റായിരുന്നു. അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഇനി മാണി ഗ്രൂപ്പ് വരികയാണെങ്കിൽ ഉണ്ടാവും. പിന്നെ അന്ന് ജോസ് കെ മാണി 2021 മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റിയില്ല. അന്ന് റോഷി ജയിക്കുകയും ചെയ്തു, ജയരാജ് ജയിച്ചു. അന്ന് എനിക്ക് തോന്നുന്നു PC ജോർജ് ആണെന്ന് തോന്നുന്നു ഇതുപോലൊരു ചർച്ചയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ടി കൂടി വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന്. അതെനിക്ക് തോന്നുന്നു വളരെ ആസന്നമാണ്. ഇപ്പോൾ ജോസ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ റോഷിയെ പോലെയുള്ള മന്ത്രിയായിട്ടിരിക്കുന്ന അദ്ദേഹവും, ഇനിയിപ്പോൾ പ്രമോദ് നാരായൺ, അദ്ദേഹം പണ്ട് SFIയിൽ കൂടിയൊക്കെ വന്ന ആളാണ്. പിന്നെ രമേശ് ചെന്നിത്തലയുടെ സ്റ്റാഫ് അംഗമായിരുന്നു. അപ്പോൾ റാന്നി MLA ആണ്. അദ്ദേഹത്തിൻ്റെ കാര്യം എനിക്കറിയില്ല, അദ്ദേഹം വരുമെന്ന്. അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ ബാലൻസിങ് എങ്ങനെ നടക്കും, സഭയുടെ ഇടപെടൽ എങ്ങനെ ഉണ്ടാകും, കോൺഗ്രസ്സിലെ വസന്ത് തെങ്ങുംപള്ളിയെ പോലെ പല സീറ്റ് കണ്ണുവച്ചിരിക്കുന്ന നേതാക്കളുടെ അവസ്ഥ എന്താവും, അങ്ങനെയുള്ള പല കാര്യങ്ങളും ജോസഫ് ഗ്രൂപ്പിൽ ഇപ്പോൾ അവർക്ക് പല സീറ്റുകൾ അവർക്ക് നഷ്ടപ്പെടാൻ, ഇപ്പോൾ മാണി ഗ്രൂപ്പ് വന്നില്ലെങ്കിൽ പോലും ഏറ്റുമാനൂർ അവർക്ക് നഷ്ടപ്പെടാൻ പോവുകയാണ്. കുട്ടനാട്ടിൽ തർക്കമുണ്ട്, ചങ്ങനാശ്ശേരിയിൽ അവർക്ക് മത്സരിക്കാൻ ആളില്ല, ഇടുക്കിയിൽ ആളില്ല. കഴിഞ്ഞ തവണ ഫ്രാൻസിസ് ജോർജാണ് മത്സരിച്ചത്. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. ഉണ്ണിയാടൻ 2 തവണയെ തോക്കുന്നു ഇരിങ്ങാലക്കുടയിൽ. അതൊക്കെ കോൺഗ്രസ്സിന് ഷുവറായിട്ട് ജയിക്കാൻ പറ്റുന്ന സീറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ബാലൻസ് ചെയ്തിട്ട് മാത്രമേ ഇതിലൊരു തീരുമാനം ഉണ്ടാവുള്ളൂ. 16-ാം തീയതി എന്തായാലും നമുക്ക് അറിയാൻ പറ്റും ജോസ് കെ മാണി വരികയാണെങ്കിൽ തന്നെ ഒരു കേരള കോൺഗ്രസ് ഉണ്ടാകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് 16-ാം തീയതി അറിയാം. ആനന്ദ, ആളുകൾ പറയുന്ന ഒരു കാര്യം, എന്തിനാണ് ഇപ്പോൾ പോകുന്നത് എന്നതിനൊരു റീസൺ വേണ്ടേ? ആ പാർട്ടിക്കകത്തും അങ്ങനെ ഡിസ്കഷൻ നടന്നു മനസ്സിലാവുന്നു. ഇടതുപക്ഷത്തു നിന്ന് ഇറങ്ങി അപ്പുറത്ത് പോകുന്നതിനൊരു പൊളിറ്റിക്കൽ റീസൺ വേണം. ജനങ്ങളോട് സംസാരിക്കണമല്ലോ. ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻറ്റഗ്രിറ്റിയും അതിൻ്റെ ക്രെഡിബിലിറ്റിയും ഒക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ജോസ് കെ മാണിയുടെ സംഘത്തിന് ഇറങ്ങിപ്പോകാൻ ഒരു കാരണവും ഒരു രാഷ്ട്രീയ പരിസരവും ഇപ്പോൾ കേരളത്തിലില്ല.
എന്ന് മാത്രമല്ല LDF ഏറ്റവും നന്നായി അവരെ CPM അവരെ ഏറ്റവും നന്നായി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ എങ്ങനെ പോകും, എന്ത് പറഞ്ഞിട്ട് പോകും എന്ന ക്വസ്റ്റ്യൻ അവരുടെ മുമ്പിലുണ്ടോ ശരിക്കും? അത് വലിയൊരു ചോദ്യമാണ്. കാരണം കേരള കോൺഗ്രസിന് പണ്ട് മുതൽ അനുഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്, ഒരു പ്രതിസന്ധിയാണ്. 1980 അന്ന്, അല്ലെങ്കിൽ അതിനു മുൻപ് തന്നെ 1975 ഒക്കെ ഇവിടെ അടിയന്തരാവസ്ഥ നടന്ന കാലത്ത് അന്നാണ് KM മാണി അധ്വാന വർഗ സിദ്ധാന്തമൊക്കെ ഉണ്ടാക്കി ഇടതുപക്ഷത്തേക്ക് പോകാനുള്ള എല്ലാ പണിയും, അന്ന് പ്രതിപക്ഷത്താണ് അവർ, പക്ഷേ ഇടതുപക്ഷത്തല്ല. അന്ന് മൂന്നാം മുന്നണിയായിട്ടാണ് 70 കേരള കോൺഗ്രസ് മത്സരിച്ചത്. അപ്പോൾ അതിനുശേഷം ഇടതുപക്ഷത്തേക്ക് പോകാൻ അധ്വാന വർഗ സിദ്ധാന്തം ഉണ്ടാക്കി. പക്ഷേ അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി KM ജോർജിനെ വിളിച്ചിട്ട് ജയിലിൽ പോകണോ അതോ മന്ത്രിയാകണമോ എന്ന് ചോദിച്ചപ്പോൾ KM ജോർജ് പറഞ്ഞു എനിക്ക് മന്ത്രിയായാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ KM മാണിയും KM ജോർജും ഒക്കെ കൂടി മന്ത്രിമാരായി. അച്യുതമേനോൻ മന്ത്രിസഭയിൽ അംഗങ്ങളായി. അതിനുശേഷം 80 ഇടതു മുന്നണിയിലേക്ക് പോകുന്നു KM മാണി. 81 ഒക്ടോബറിൽ UDFിലേക്ക് വരുന്നു. അപ്പോൾ നായനാർ ചോദിക്കുന്നുണ്ട്, ആൻ്റണി ഗ്രൂപ്പ് രാജിവെച്ചതിന് ശേഷം കുഞ്ഞുമാണി ഇവിടെ നിൽക്കുമോ അതെയോ ഞാനിപ്പോൾ രാജിവെക്കണോ? അപ്പോൾ അദ്ദേഹം പറയുന്നു, അല്ല ഞാൻ ഒരിക്കലും നായനാരെ ചതിക്കില്ല എന്ന രീതിയിൽ പറയുന്നു. അതിനുശേഷം കോൺഗ്രസുമായിട്ട് ബാർഗെയിൻ ചെയ്യുന്നു. അന്ന് മാണി സാറ് ബാർഗെയിൻ ചെയ്ത കാര്യങ്ങൾ കിട്ടുന്നു. അവർ UDFിലേക്ക് പോകുന്നു. അതിനുശേഷം പാർട്ടി പിളരുന്നു, ജോസഫ് പുറത്തു പോകുന്നു, ജോസഫ് ഗ്രൂപ്പ് വേറെയാവുന്നു. അങ്ങനെ ഒത്തിരി ചരിത്രമുണ്ട്. അപ്പം അന്നൊക്കെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഈ പാർട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാമെങ്കിൽ ഇപ്പോഴും ഒരു കാരണം അവർക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. ശരി, എന്തായാലും ഒരു കാരണം ഉണ്ടാക്കാൻ കേരള കോൺഗ്രസിന് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്നതാണ് കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല KT, ഞാൻ വീണ്ടും പറയുന്ന ഒന്ന്, ഈ ഇതിലൊരു വ്യക്തത വരുത്താൻ ഇപ്പോഴും കഴിയാത്ത പ്രശ്നം കേരള കോൺഗ്രസിനകത്തുണ്ടോ? ഇന്നിപ്പോൾ നേരത്തെ വസന്ത് ചൂണ്ടിക്കാണിച്ച കാര്യം കാണൂ. അതായത് ഒന്നിലധികം തവണ എഡിറ്റ് ചെയ്ത പോസ്റ്റാണ് ഇന്നിപ്പോൾ ജോസ് കെ മാണിയുടേതായിട്ടുള്ളത് നമുക്ക് ഫേസ്ബുക്കിൽ കാണാൻ പറ്റുക. ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുമെന്നൊക്കെയുള്ളത് പിന്നെ എഡിറ്റ് ചെയ്ത് ചേർക്കുകയായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ LDFിൽ തുടരുമെന്ന വളരെ സ്റ്റേൺ ആയിട്ടുള്ള ഒരു വാക്ക് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതൊക്കെ ആൾക്കാർ വളരെ വരികൾക്കിടയിലൂടെ വായിച്ച് വിശകലനം ചെയ്യുകയാണ്. എന്നുവെച്ചാൽ നാളെ പോകാനുള്ള പഴുതുകൾ അവശേഷിപ്പിച്ച ഒരു കുറിപ്പാണോ ഇന്ന് ജോസ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്? ഞാനങ്ങനെ കാണുന്നില്ല നിഷാദെ. ഒരുതരം സന്ദിഗ്ധതയും ജോസ് കെ മാണിയുടെ ആ കുറിപ്പിലുള്ളതായിട്ട് അത് വായിച്ച ഒരാളെന്ന നിനക്ക് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വിവാദ മാധ്യമങ്ങൾ രാവിലെ മുതൽ ആ മനുഷ്യൻ UDF നേതൃത്വവുമായി ഒരു ലീഗ് നേതാവിൻ്റെ വസതിയിൽ ദുബായിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന വളരെ തെറ്റായ ഒരു നെറേഷൻ സൃഷ്ടിക്കുന്ന പശ്ചാത്തലത്തിലാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അതിൽ അദ്ദേഹം ഇടതുപക്ഷമായിട്ട് യോജിച്ചു പോകുന്നു തന്നെയാണ് എഴുതിയിരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള സന്ദിഗ്ധതയും അദ്ദേഹത്തിൻ്റെ ആ ഫേസ്ബുക്ക് കുറിപ്പിലുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ കേരള രാഷ്ട്രീയത്തിലെ ഇപ്പോൾ ആനന്ദ് ഇവിടെ വിശകലനം ചെയ്ത് പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ഇത്തരം പാർട്ടികൾ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത് പോലെ അത്ര ലളിതമായ കാര്യമൊന്നുമല്ല. അത് ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിൻ്റെ അമിത കേന്ദ്രീകരണം ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും റീജിയണൽ പാർട്ടികൾ ഉയർന്നു വരുന്നതിന് കാരണമായിട്ടുണ്ട്. ആ റീജിയണൽ പാർട്ടികൾ റീജിയണലായിട്ടുള്ള പ്രത്യേകമായ ചില സാമ്പത്തിക വർഗങ്ങളുടെ സാമൂഹ്യ വിഭാഗങ്ങളുടെ താല്പര്യത്തെ പ്രതിനിധീകരിക്കുന്ന പാർട്ടികളാണ്. അത് ബീഹാറിലും ഉത്തർപ്രദേശിലൊക്കെ ആണെങ്കിൽ സാമൂഹ്യ നീതിയൊക്കെയായി ബന്ധപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളുടെയൊക്കെ തന്നെ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ഇടയിൽ തന്നെ ഉയർന്നു വന്ന ഈ അഖിലേന്ത്യാ തലത്തിലുള്ള ബൂർഷാസിയുമായിട്ട് പല വൈരുദ്ധ്യങ്ങളും സൂക്ഷിക്കുന്ന പ്രാദേശിക ബൂർഷാ വർഗ്ഗങ്ങളാണ്. അതിന് സമാനമായ വിഭാഗങ്ങൾ തന്നെയാണ് കേരളത്തിലും കേരള കോൺഗ്രസ് പോലുള്ള പാർട്ടികളുടെ അടിത്തറയായി വർത്തിക്കുന്നത്. അത്തരം വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം 90കളിൽ കോൺഗ്രസ് തുടങ്ങി വെച്ചതും BJP തീവ്രഗതിയിലാക്കിയിരിക്കുന്നതുമായ ലിബറലൈസേഷൻ നയങ്ങളാണ് അവരെ വലിയ രീതിയിൽ പാപ്പരീകരിച്ചത്, വലിയ പ്രതിസന്ധികളിലേക്ക് അവരെ എത്തിച്ചിരിക്കുന്നത്. ആ പ്രതിസന്ധികൾക്കെതിരായിട്ട് ദേശീയ തലത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച് സംസ്ഥാന ഭരണം കിട്ടാവുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇത്തരം വിഭാഗങ്ങളുടെ താല്പര്യങ്ങളെ പരമാവധി സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് ഇടതുപക്ഷമാണ്, ഇടതുപക്ഷം മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി ഈ ചർച്ചയിൽ പറയുന്നത് കേട്ടു, PMC ഒക്കെ ആ സിദ്ധാരാമയ്യോടൊക്കെ പോയിട്ട് പറ, ആ രേവന്ത് റെഡ്ഡിയോട് പോയിട്ട് പറ. കേരളത്തിൽ CPMഉം CPI ആയിട്ടൊന്നും ഒരഭിപ്രായ വ്യത്യാസവും ഇത്തരം കാര്യങ്ങളില്ല. ഭരണപരമായ ചില നടപടികളിൽ എന്തെങ്കിലും ഭിന്നതയുണ്ടെങ്കിൽ മുന്നണിയിലെ സംവിധാനത്തിനകത്ത് ചർച്ച ചെയ്ത് തിരുത്തേണ്ടത് തിരുത്തും.
എല്ലാ ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് അവരുടെ കൂടി നിലപാടുകളെ കണക്കിലെടുത്തുകൊണ്ടാണ് സർക്കാർ ഒരു നയം രൂപീകരിക്കുന്നത്. അത്തരം നയരൂപീകരണത്തെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഘടകകക്ഷിക്ക് ഭിന്നാഭിപ്രായം ഉള്ളത് ഒരു തെറ്റായ കാര്യമായിട്ട്, ഒരു മോശപ്പെട്ട കാര്യമായിട്ട് ഞങ്ങളാരും കാണുന്നില്ല. CPI പോലുള്ളൊരു പാർട്ടി, ഈ കോൺഗ്രസിൻ്റെയൊക്കെ പ്രതിനിധികൾ അല്പം ചരിത്രം പഠിക്കുന്നത് നല്ലതാ. CPI ഏതൊരു ഘട്ടത്തിലാണ് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒന്നിച്ചുകൊണ്ട് ഇടതുപക്ഷമായി പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചത്? നിങ്ങൾ ഈ രാജ്യത്ത് നടപ്പാക്കിയ കിരാതമായ അടിയന്തരാവസ്ഥക്ക് അതിൽ അതിൻ്റെ ഭാഗമാകേണ്ടി വന്നതിൻ്റെ കുറ്റസമ്മതം കൂടിയുണ്ട്. അവരുടെ പഞ്ചാബിൽ നടന്ന അവരുടെ പാർട്ടി കോൺഗ്രസ്, ആ പാർട്ടി കോൺഗ്രസ്സിൽ അവർ അടിയന്തരാവസ്ഥയെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നതിൻ്റെ ഒരു ദുരന്തം, രാഷ്ട്രീയമായി അവർക്ക് സംഭവിച്ച ഒരു തെറ്റ് തിരുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ പാർട്ടികൾ ഒന്നിച്ചു നിൽക്കണം. CPM-ന്റെ 10ാം കോൺഗ്രസ്, ജലന്ധർ കോൺഗ്രസ്, ആ ജലന്ധർ കോൺഗ്രസ്സാണ് ഇടതുപക്ഷം ഐക്യപ്പെട്ട് നിൽക്കണം. അത് ആ ഇടതുപക്ഷ ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ത്യയിൽ കോൺഗ്രസിനെതിരായിട്ടുണ്ടാവേണ്ട അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ഉണ്ടാവേണ്ട ഒരു മുന്നണി ഒരു കാരണവശാലും ജനതാ പാർട്ടിയെപ്പോലെയുള്ള അങ്ങനെ അഴകുഴമ്പൻ നിലപാടുകളുള്ളൊരു പാർട്ടിയാകാൻ പാടില്ല. ഇടതുപക്ഷത്തിൻ്റെതായ വളരെ ദൃഢമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാടുണ്ടാവണം. അങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്ര പശ്ചാത്തലം ഈ ഇന്ത്യയിലെയും കേരളത്തിലെയും ഇടതുപക്ഷ മുന്നണിയുടെ രൂപീകരണത്തിലുണ്ട്. അതുകൊണ്ട് CPI ഒക്കെ നിങ്ങളങ്ങ് കൈകാട്ടി വിളിച്ചാൽ വരുന്ന പാർട്ടിയാണെന്നൊക്കെ ആ പാർട്ടിയോട് ചെയ്യുന്നൊരു നീതികേടാണ്. ആ പാർട്ടിയെ അങ്ങനെ പൊതുസമൂഹത്തിനകത്ത് വില കുറച്ച് കാണിക്കുന്ന വളരെ വൃത്തികെട്ട പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ ഒരു ബാർഗൈനിങ് സ്ട്രാറ്റജിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുകയാണ് നിങ്ങൾ. കുറിപ്പിൽ ആ നിലയ്ക്കുള്ള രാഷ്ട്രീയ കൃത്യത ഉണ്ട് എന്ന് കൂടിയാണ് KT ചൂണ്ടിക്കാണിക്കുന്നത്. വസന്ത്, ഇനിയിപ്പോ ഈ അവിടെ നിന്ന് ഇറങ്ങി വരാൻ ഉള്ള പാർട്ടികളെന്ന് നമ്മൾ സാധാരണ നിലയ്ക്ക് വിചാരിക്കുന്നത് ഈ ജോസ് കെ മാണിയാണ്. ഇന്നിപ്പോൾ ജോസ് കെ മാണി ഇട്ട കുറിപ്പിൽ അദ്ദേഹം വ്യക്തത വരുത്തി കഴിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുമെന്ന്. എത്ര തവണ എഡിറ്റ് ചെയ്താലും ഇനിയിപ്പോൾ സൂക്ഷ്മത കുറവോ അല്ലെങ്കിൽ ഒരു എഴുത്തിൽ തെറ്റിപ്പോതൊക്കെ ആകാമല്ലോ, ഫൈനലി ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കുമെന്ന് പൂർണ്ണമായി വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുകയാണ് ഇന്നിപ്പോൾ ജോസ് കെ മാണി. പിന്നെ അതിന്റെ പുറത്തൂടെ അവർ വരുമെന്നൊക്കെ പറഞ്ഞ ഒരു പാർട്ടിയെ നിങ്ങളിങ്ങനെ അപമാനിക്കാമോ? അല്ല, അങ്ങനെ ആരാണ് പറഞ്ഞത്? അവര് വരുമെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ നിഷാദ്? ഞാൻ സൂചന തന്നുകൊണ്ടേയിരിക്കുന്നത്. അല്ലല്ല അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണ്ട. ഞാൻ ഈ ചർച്ചയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഇഞ്ചിൽ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു കേരള കോൺഗ്രസ് വരുമെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചത് കേരള രാഷ്ട്രീയത്തിന് മുമ്പിൽ ശ്രീ ജോസ് കെ മാണി എന്ന് പറയുന്ന ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിലെ രണ്ടാമത്തെ കക്ഷി അല്ലെങ്കിൽ മൂന്നാമത്തെ കക്ഷി, ആ കക്ഷിയിലെ ഏറ്റവും പരിണതപ്രജ്ഞനായ നേതാവിന് ഒരു പ്രധാനപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളടങ്ങുന്ന പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം, എന്തിനാണ് ദേശീയ മാധ്യമങ്ങൾ പോലും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ റിപ്പോർട്ട് ചെയ്തൊരു വിഷയത്തിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് വെറും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല, അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രതികരണമാണ്. ആ പ്രതികരണത്തിൽ 4 തവണ തിരുത്തേണ്ടി വന്നു എന്ന് പറയുമ്പോൾ 40 വട്ടം ആലോചിക്കേണ്ടി വന്നിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ആലോചന അദ്ദേഹം നടത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നൊരു ആശങ്കയാണ് ഞാൻ മുമ്പോട്ട് വെച്ചത്. ഇനി അവരുടെ നിലപാട് വ്യക്തമാക്കാത്തിടത്തോളം കാലം ആ പാർട്ടിയുടെ, അങ്ങ് സൂചിപ്പിച്ചതുപോലെ ആ പാർട്ടിയുടെ രാഷ്ട്രീയ അന്തസ്സിനെ ചോദ്യം ചെയ്യാനോ അതിനെ കുഴപ്പത്തിലാക്കാനോ അതിനെ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് വലിച്ചൊഴിച്ച് അലങ്കോലപ്പെടുത്താനോ ഞങ്ങൾ ആരുമേ ഇല്ല. പക്ഷേ LDF-ൽ നിന്ന് കൂടുതൽ കക്ഷികൾ മുമ്പോട്ട് വരും. നേരത്തെ സഖാവ് കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത് എന്നോട് കുറച്ച് ചരിത്രം പഠിക്കണമെന്നാണ്. 75-ൽ വിജയവാഡ കോൺഗ്രസിനും 78-ൽ നിങ്ങൾ CPIയുടെ പാർട്ടി കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനം പോലും വലിച്ചെറിഞ്ഞ് നിങ്ങളുടെ കൂടെ കൂടാൻ തീരുമാനിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളുടെ പുനരേകീകരണം ഉണ്ടാവണം എന്ന ആശയം കൊണ്ടാണ്. അത് അങ്ങേക്കും അറിയാമല്ലോ. അപ്പൊ ആ ഇടതുപക്ഷ ആശയങ്ങളിൽ നിന്ന് CPM-ൽ നിന്ന് വ്യതിചലനമുണ്ട് എന്ന് പറയുന്നത് CPI തന്നെയാണ്. ആ ഇടതുപക്ഷ ആശയങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണ് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ RSS-ന് അനുകൂലമായുള്ള പല നിലപാടുകളും ഇന്ത്യൻ ഭരണഘടനയെ തന്നെ തച്ചു തകർത്ത് അവിടെ ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് പറഞ്ഞ ദത്താത്രേയ ഹൊസപിള്ളയെ തലയിൽ മുണ്ടിട്ട് കാണാൻ വേണ്ടി സ്വന്തം പോലീസിലെ ഏറ്റവും വിശ്വസ്തനെ പറഞ്ഞയക്കലും അതിന്റെ ഭാഗമാണ്. അത് CPI പറഞ്ഞിട്ടുണ്ട്, CPIയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതായത് 78-ൽ എന്ത് തീരുമാനം നിങ്ങൾക്ക് വിമർശനമുണ്ട്, നേരത്തെ പല ചർച്ചകൾ നിങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നല്ലോ. ഞാൻ ചോദിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ പ്രതിനിധി ഈ ചർച്ചയിലുണ്ട്, അവർ കൺവിൻസ്ഡ് അല്ല. അതേസമയം നിങ്ങളുടെ കോൺഗ്രസിന്റെ നേതാക്കളോട് ചോദിച്ചാൽ ഭയങ്കരമായ പോസിറ്റീവായ പ്രതികരണമാണ്. PK കുഞ്ഞാലിക്കുട്ടി ചോദിച്ചാൽ അവരില്ലാതെ പറ്റില്ല എന്ന മട്ടിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളെല്ലാം, സാദിഖലി തങ്ങളുടെയും. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ മെച്ചപ്പെട്ട നമ്പർ ഉണ്ടാക്കിയ കക്ഷിയായ ജോസഫ് വിഭാഗത്തിന് അവർ വേണമെന്നൊരാഗ്രഹവുമില്ല. എന്ന് മാത്രമല്ല, അവർ വന്നാൽ ചുമ്മാ വന്ന് കയറാൻ ഇവിടെ ഇത്രയും സീറ്റല്ലേ ഉള്ളൂ, അവർ വന്നതിൻ്റെ പേരിൽ അസംബ്ലി സീറ്റ് കൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണോ വലിയ കക്ഷികൾ വരാൻ പോകുന്നു എന്ന് പറയുന്നത്?
അല്ല ശ്രീ നിഷാദ്, കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തെ പറ്റി ഞാൻ അങ്ങേക്ക് സ്റ്റഡി ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. ഒന്ന്, അത് നോക്കൂ, ഇപ്പൊ കേരള കോൺഗ്രസുകൾക്ക് സ്വാഭാവികമായും അവർക്ക് അവരുടേതായിട്ടുള്ള പ്രയോറിറ്റികൾ കാണും. ഒരു മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷി എന്ന നിലയിൽ ജോസഫ് സാറിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും അവരുടേതായിട്ടുള്ള ഡിമാൻഡ്സ് കാണും, പ്രയോറിറ്റികൾ കാണും, കൺസേണുകൾ കാണും. അതുകൂടി പരിഹരിക്കപ്പെടണം. ഇനി അവർ വരുന്നെങ്കിൽ വരുന്നു എന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ പറയുന്ന വാർത്തയുടെ പുറത്താണ് ഞാൻ പറയുന്നത്. അങ്ങനെ വരാനൊരു സാധ്യതയുണ്ടെങ്കിൽ, അങ്ങനെ അവർ വരാൻ തീരുമാനിച്ചാൽ ആ ജനകീയ അടിത്തറ UDF വിപുലീകരിക്കപ്പെടുമ്പോൾ ജോസഫ് സാറിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും, അതായത് ജോസ് കെ മാണി ഇവിടെ നിന്ന് പോയപ്പോ ഞങ്ങളുടെ കൂടെ അടിയുറച്ചു നിന്നവരാണ്. UDF രാഷ്ട്രീയം പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്തും മറിച്ചൊന്നും ചിന്തിക്കാതെ ഞങ്ങളെ ചേർത്ത് പിടിച്ചവരാണ്, ഞങ്ങളുടെ കൈക്ക് ശക്തി പകർന്നവരാണ്. അവരെ കൂടി പരിഗണിക്കേണ്ടതായി വരും, അവരെ കൂടി അഡ്രസ് ചെയ്യേണ്ടതായി വരും, അവരുടെ കൂടെ കൺസേണുകൾ സംസാരിക്കേണ്ടതായി വരും. അതൊന്നും സംസാരിക്കില്ല എന്നൊന്നും UDF നേതൃത്വം പറഞ്ഞിട്ടുമില്ല, ചെയ്യുകയുമില്ല. ഇനി ശ്രീ ആനന്ദ് സാർ പറഞ്ഞതുപോലെ ഞാൻ അടങ്ങുന്ന യുവ നേതാക്കൾ പല സീറ്റുകളിൽ കണ്ണ് നട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ, ഞങ്ങൾ അടങ്ങുന്നവരെല്ലാം ഈ നശിച്ച ഭരണം എങ്ങനെയെങ്കിലും അവസാനിച്ച് കാണണം എന്നതാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അത് കഴിഞ്ഞേ ഉള്ളൂ സാർ ഞങ്ങൾക്കെല്ലാം സീറ്റോ മറ്റെന്തെങ്കിലും ഒക്കെ. അങ്ങനെയൊന്നും ഇല്ല എന്നൊന്നും ഞങ്ങൾ ആരും പറയില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തിക്കുന്നവർക്ക് സ്വാഭാവികമായും ഭരണം മാറണമെന്ന് മാത്രമേ നിങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. അപ്പോൾ മുസ്ലിം ലീഗ് ഒരു കോംപ്രമൈസ് മൂഡിലാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ വേണമെങ്കിൽ സീറ്റിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ ഒഴുക്കമാണെന്ന് ഇപ്പം ഞാൻ PK കുഞ്ഞാലിക്കുട്ടിയുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മാണി സാറിന്റെ പാർട്ടി വരുന്നതിൽ ഞങ്ങൾ വേണമെങ്കിൽ പലതരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ കോൺഗ്രസിനും വേണ്ടി വരുമോ? കാരണം ഒറ്റയടിക്ക് ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ച സീറ്റ് പാതിയായി വെട്ടിക്കുറച്ച് അവിടെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളും കുറച്ചൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെയാണോ രണ്ടിനെയും കൂടി ഉൾക്കൊള്ളാൻ നിങ്ങൾ ആ നിലയ്ക്ക് വിശാല മനസ്കരാണോ? ശ്രീ നിഷാദ് നോക്കൂ, മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവർ UDF എന്താ പറയുക നെടുന്തൂണാണ് എല്ലാ കാലത്തും. അപ്പൊ സ്വാഭാവികമായ ആ പാർട്ടി അങ്ങനെ ഒരു വിശാല മനസ്കതയോടുകൂടി സംസാരിക്കുന്നു എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഏത് പാർട്ടി മറ്റേത് പാർട്ടിക്ക് സാധിക്കുക? CPM പറ്റുമോ? CPIക്ക് പറ്റുമോ? ഇല്ലല്ലോ. വലിയേട്ടൻ നയങ്ങൾ എന്ന് അവരെ തന്നെ വിളിച്ചു പറയുന്നില്ലേ? അപ്പൊ ഇനി അങ്ങ് സൂചിപ്പിച്ചതുപോലെ ചില വിട്ടുവീഴ്ചകൾ ഒരു പാർട്ടി ഒരു മുന്നണിയുടെ ഭാഗമാകുമ്പോൾ ചിലർക്ക് ചില കോട്ടങ്ങൾ ഉണ്ടാവും, നഷ്ടങ്ങൾ ഉണ്ടാവും, മറ്റു ചിലർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും. അതിനൊക്കെ അപ്പുറത്ത് ഒരു ജെമ്മുണ്ടാവുക. അങ്ങനെ ഒരു വിശാല അടിസ്ഥാനത്തിൽ ഒരു ജനകീയ അടിത്തറ ഉണ്ടാക്കി ബഹുജനങ്ങളുടെ പ്രസ്ഥാനമായ പ്രസ്ഥാനം പക്ഷെ അതിനകത്ത് പാർട്ടികളെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളത് ചെറിയ കാര്യമല്ല, വൻ സങ്കീർണതയായിരിക്കും, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച്. അല്ല ഇതിനകത്ത് ആനന്ദ്, ഈ അക്കോമഡേഷൻ എന്തുമാത്രം വലിയ ഒരു സങ്കീർണതയായിരിക്കും ഇതിനകത്തെന്ന് ഞാൻ ചോദിക്കുകയാണ്. ഒന്നാമത് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പല ആൾക്കാരും ആഗ്രഹിക്കുകയാണ് മാണി സാർ വേണ്ട എന്ന്. കോട്ടയം ബെറ്റിലുള്ള കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ എന്ന് മാത്രമല്ല, കോൺഗ്രസിനെ വേറെ തന്നെ സ്റ്റേറ്റ് ലെവലിലുള്ള നേതാക്കന്മാരും നമുക്ക് ചങ്ങനാശ്ശേരി വേണമെങ്കിൽ ഏറ്റെടുക്കാം, കുട്ടനാട് വേണമെങ്കിൽ നമുക്ക് ഏറ്റെടുക്കാം, ഏറ്റുമാനൂർ വേണമെങ്കിൽ നമുക്ക് ഏറ്റെടുക്കാം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ജോസഫ് ഗ്രൂപ്പിനെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തതാണല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുകയാണ് ചങ്ങനാശ്ശേരിയുടെയും അല്ലെങ്കിൽ ഏറ്റുമാനൂരിൻ്റെയും കുട്ടനാടിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞ് മാണി ഗ്രൂപ്പ് വരാൻ പോകുന്നത്. അത് ഒരുപക്ഷെ കോൺഗ്രസിന് കൂടുതൽ കോംപ്രമൈസ് എടുക്കേണ്ടി വന്നത്, കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമായിരിക്കും. കാരണം ഇവർ രണ്ടുപേരെയും ഈ രണ്ട് ഗ്രൂപ്പുകളെയും വേണമല്ലോ. അത് എങ്ങനെയായിരിക്കും അത് ഇമ്പാക്ട് ചെയ്യാൻ പോവുക ഈ വീതം വെപ്പിൻ്റെ കാര്യത്തിൽ? നിഷാദ്, ഈ 2009-10 കാലഘട്ടത്തിൽ സഭ മുൻകൈയെടുത്ത് ജോസഫിനെ UDF തിരിച്ചുകൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. അപ്പം അന്ന് മാണി സാറിന് കേരള കോൺഗ്രസ് എമ്മിന് 9 സീറ്റുകളാണ് അന്ന് ജയിച്ച് നിൽക്കുന്നത്. അവർ മത്സരിച്ചത് 2006 മത്സരിച്ചത് 11 സീറ്റാണ്. ആ 11 സീറ്റ് പ്ലസ് 4 ജോസഫ് ഗ്രൂപ്പിന് അന്ന് ജയിച്ച MLA-മാരുണ്ടായിരുന്ന 4 സീറ്റ് എന്ന കോംപ്രമൈസ് ഫോർമുലയാണ് അവസാനം ഉണ്ടാക്കിയത്. PC ജോർജ് വന്നെങ്കിലും 16 സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അവസാനം 15 കിട്ടിയുള്ളൂ. അങ്ങനെ 15 സീറ്റാണ് 2011 ഈ 2 ഗ്രൂപ്പും കൂടി ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് കിട്ടിയത്. ഈ 15 സീറ്റിൽ അവർക്ക് കുറേ സീറ്റുകൾ 9 സീറ്റുകൾ അവർക്ക് ജയിക്കാൻ പറ്റി. ആ 72-68 എന്നുള്ള ആ വളരെ ക്ലോസ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ജോസഫിൻ്റെ ആ ആൾക്കാർ വന്നതും ശ്രേയംസ് കുമാറല്ല മറ്റേ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി വന്നതും മഞ്ഞളാംകുഴി അലി വന്നതും എല്ലാം വളരെ നിർണായകമായിരുന്നു. ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഈ നിഷാദ് നേരത്തെ പറഞ്ഞ ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, കുട്ടനാട് അല്ലെങ്കിൽ ഇരിങ്ങാലക്കുട ഇതുപോലെയുള്ള സീറ്റുകൾ, എനിക്ക് തോന്നുന്നു ഇടുക്കി ഉൾപ്പെടെയുള്ള സീറ്റുകൾ അവർക്ക് കോൺഗ്രസിന് ജയിക്കാവുന്ന സീറ്റുകളാണ്. ഇതെല്ലാം ജയിക്കാവുന്ന സീറ്റുകളാണ്. ഇതുപോലെയുള്ള ഒത്തിരി സീനിയർ നേതാക്കൾ കോൺഗ്രസിലുണ്ട്, സീനിയറായിട്ടുള്ള ആൾക്കാരുമുണ്ട്, വസന്തിനെ പോലെയുള്ള ചെറുപ്പക്കാരുമുണ്ട്, ഒത്തിരി പേരുണ്ട്. പക്ഷേ ഇതിൽ ഈ കമ്മ്യൂണിറ്റി ബാലൻസിങ് ആണ് പ്രശ്നം. മുസ്ലിം ലീഗ് എന്തിനാണ് ഈ താല്പര്യമെടുക്കുന്നത്? കാരണം ഇവിടെ CPM കാലാകാലങ്ങളായിട്ടില്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ അന്ന് വിജയരാഘവനും കോടിയേരിയും
ഇവരെല്ലാവരും കൂടെ ഹസൻ, കുഞ്ഞാലിക്കുട്ടി, അമീർ, ആ ഒരു ക്യാമ്പയിൻ വെച്ച് തുടങ്ങിയതാണല്ലോ അന്ന്. അതിപ്പോഴും പലതരത്തിൽ അവർ ഒളിഞ്ഞും തെളിഞ്ഞും പ്രയോഗിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ്, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ൽ പലതരത്തിലുള്ള ചർച്ചകളുണ്ടായപ്പോൾ ഒരു കാര്യം അവർ വളരെ കൂലങ്കഷമായി ചിന്തിച്ചത്, എന്തുകൊണ്ടാണ് ഈ മുസ്ലിം വിരുദ്ധ ക്യാമ്പയിനൊക്കെ നടത്തിയിട്ട് മധ്യ കേരളത്തിൽ വോട്ട് കൂടാതിരുന്നത് എന്നുള്ള ഒരു വ്യഥ CPM-ൻ്റെ നേതാക്കൾക്കുണ്ട്. അതിന് ഇനിയിപ്പോൾ ബാലനെ പോലെ പലരും, വിജയരാഘവനും അതുപോലുള്ള പല ആൾക്കാരും അടുത്ത ദിവസങ്ങളിൽ വിവാദ പ്രസ്താവനകൾ ഇറക്കാനിരിക്കുന്നുണ്ട്. അത് തടയിടുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഈ മാണി ഗ്രൂപ്പിനെ കൊണ്ടുവന്നാലുള്ള ഏക ഗുണം. അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഇപ്പോൾ ഉള്ള മാണി സി കാപ്പനെ പിണക്കിയിട്ട് അവിടെ പാലായിൽ ജോസ് കെ മാണി മത്സരിപ്പിച്ചാൽ അപ്പോഴും ജോസ് കെ മാണി ജയിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല പാലായിൽ. കാരണം പാല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാണി സി കാപ്പനും അവിടെ ഷോൺ ജോർജ് അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിച്ചാൽ പല വിധത്തിലുള്ള കാൽക്കുലേഷൻസ് അവിടെ നടക്കും. അപ്പോൾ അതുകൊണ്ട് ജോസ് കെ മാണിയുടെ പാർട്ടിയെ കൊണ്ടുവന്നാലുള്ള ആകെയുള്ള ഗുണം ഈ മുസ്ലിം മുന്നണി എന്ന തരത്തിലുള്ള CPM-ൻ്റെയും BJP-യുടെയും, അതിൽ കൂടുതൽ CPM-ൻ്റെ കാര്യമാണ് പറയേണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ ഇവിടെ മധ്യ കേരളത്തിൽ പലതരത്തിലുള്ള വർഗീയ കാർഡ് ഇറക്കി, സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ വർഗീയ കാർഡ് ഇറക്കുന്ന CPM-നെ പ്രതിരോധിക്കുക എന്നുള്ള ഒറ്റ കാര്യമാണ് ഇതിൽ കൂടി നടപ്പാക്കാൻ പറ്റുന്നത്. ശരി, അതാണ് ജെയ്സൺ ജോസഫ്, നിങ്ങൾ അത് കാണുന്നുണ്ടോ? ഇപ്പോൾ ഒരു പോയ പാർട്ടിയെ കൊണ്ടുവരുന്നതിൻ്റെ കേവലമായിട്ടുള്ള തർക്കവിതർക്കങ്ങൾക്കപ്പുറം മുസ്ലിം ലീഗിൻ്റെ ഇനീഷ്യേറ്റീവ് മുഴുവൻ ഇതിനെ ഏതെങ്കിലും ഒരു വശത്ത് മാത്രം നിർത്തി ചാപ്പയടിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ മധ്യ കേരളത്തിൽ നിന്ന് മാണി ഗ്രൂപ്പ് കൂടി വരണം. അങ്ങനെ സഭയുടെ മുഴുവൻ താല്പര്യവും UDF-ൻ്റെ ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു എഞ്ചിനീയറിംഗിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതൊരു ഘടകമായി നിങ്ങൾ എടുക്കുന്നുണ്ടോ, അതോ നിങ്ങൾ മതി ആ റെപ്രസെൻറ്റേഷൻ എന്നാണോ കാണുന്നത്? ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിപുലീകരണം, അതിന് കേരള കോൺഗ്രസ് പാർട്ടി എതിരില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ ചർച്ചയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലേക്ക് മധ്യ കേരളത്തിൽ, അല്ലെങ്കിൽ എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ കേരള കോൺഗ്രസ് വേണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇവിടെ ആങ്കർ നിഷാദ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ അത് തെറ്റാണ്. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, ഞാൻ ചുരുക്കി പറയാം, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസ് PJ ജോസഫ് സാർ നയിക്കുന്ന പാർട്ടിയും തമ്മിലുള്ള നേരിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് പാർലമെൻറ്റിൽ ഉണ്ടായത്. ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഏകദേശം 90,000 വോട്ടിന് കേരളത്തിലെ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി കേരള കോൺഗ്രസ് പാർട്ടി ജയിച്ചു. അതുപോലെ തന്നെ ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ച 4 ജില്ലകളിൽ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഇടതുപക്ഷക്കാർ പോലും, മാധ്യമങ്ങൾ പോലും ഇത്രയും വലിയ വിജയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഉജ്ജ്വലമായ വിജയം ഉണ്ടായപ്പോഴും താങ്കൾ സൂചിപ്പിച്ച ആ പാർട്ടി പുറത്താണ്. പിന്നെ നമ്മുടെ മാധ്യമ നിരീക്ഷകൻ ആനന്ദ് സാർ ഇവിടെ സൂചിപ്പിച്ച ഒരു ഘടകത്തിന് ഒരു മറുപടി പറയാതിരിക്കാൻ പറ്റത്തില്ല. കേരള കോൺഗ്രസ് പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ 10 സീറ്റിൽ മത്സരിച്ചു, 2 സീറ്റിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചു. പക്ഷേ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായപ്പോൾ പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞത് കേരള കോൺഗ്രസ് പാർട്ടിക്ക്. കോൺഗ്രസ് പാർട്ടി 93 സീറ്റിൽ മത്സരിച്ചിട്ട് 21 സീറ്റിലാണ് വിജയിക്കാൻ സാധിച്ചത്. അപ്പോൾ അത് ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മുന്നേറ്റം ആ തെരഞ്ഞെടുപ്പിലുണ്ടായി 2021. പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല. ഇന്ന് എല്ലാ മേഖലകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തകർന്നടിയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കഴിഞ്ഞ 2021 ശേഷം നടന്ന മുഴുവൻ ഉപതെരഞ്ഞെടുപ്പുകളിലും നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കേരള കോൺഗ്രസ് പാർട്ടി ഐക്യജനാധിപത്യ മുന്നണി ഇപ്പോൾ നിൽക്കുന്നത് തന്നെ സെക്യുലറായിട്ട് എല്ലാ രീതിയിലും നല്ല കെട്ടുറപ്പോട് കൂടി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മുന്നണിയുടെ ഒരു കൂടുതൽ വിപുലീകരിക്കണം, മുന്നണി വിപുലീകരിക്കണം. അത് ചെറുകക്ഷികളായാലും വലിയ കക്ഷികളായാലും ഏതൊക്കെ പാർട്ടികൾ കടന്നു വന്നാലും അതിന് സ്വാഗതം എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ കൂടെയും UDF-ൻ്റെ യോഗത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി, ബ്രാക്കറ്റില്ലാത്ത കേരള കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റേതായ രീതിയിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ 4 ജില്ലകളിലെ UDF-ൻ്റെ വിജയത്തിന് ഉജ്ജ്വലമായ ഒരു കൈത്താങ് നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് ഞങ്ങളുടെ സഹായവും ഐക്യജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട്. മൊത്തത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിലെങ്കിലും UDF വിജയിച്ചു എന്ന് താങ്കൾ പറയുമോ? അതായത് കേരള കോൺഗ്രസിന്റെ അണികൾ ആൻഡ് സിമ്പതൈസേഴ്സിന് പോലും ഇവരിവിടെ ഉണ്ടാകുമോ അതോ അപ്പുറം പോകുമോ എന്ന് പറയുന്ന മൊത്തത്തിലൊരു താങ്കൾ തുടക്കത്തിൽ നെഗറ്റീവ്
ഒരു ആശയക്കുഴപ്പം, ഒരു ഒരു ഒരു- ഒരു പ്രത്യേക പ്രതീതി സൃഷ്ടി, അതിൽ UDF വിജയിച്ചിട്ടുണ്ടോ? അല്ല, UDF തുടർച്ചയായ അപവാദ പ്രചരണവും ഇങ്ങനെയൊക്കെയുള്ളൊരു ആഖ്യാന നിർമ്മിതിയാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം. കേരളത്തിലെ വ്യത്യസ്ത സാമൂഹ്യ വർഗങ്ങളുടെയോ സാമൂഹ്യ വിഭാഗങ്ങളുടെയോ ഒക്കെ അവർ നേരിടുന്ന വെല്ലുവിളിയുടെയോ ഒന്നും പ്രശ്നം UDFൻ്റെ അജണ്ടയില്ല. വളരെ ക്ഷുദ്രമായ ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൻ്റെ, കുപ്രസിദ്ധമായ വിമോചന സമരത്തിൻ്റെ കാലത്തൊക്കെ കേരളം അനുഭവിച്ച കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൻ്റെതായ ഒരു ക്ഷുദ്ര വികാരം ഇളക്കി വിടുക എന്നതിനപ്പുറത്ത് നിങ്ങൾ UDFൻ്റെ പ്രതിനിധികളായി, കോൺഗ്രസിൻ്റെ പ്രതിനിധികളായി ചർച്ചയിൽ വരുന്ന ആളുകളുടെ വാക്കുകൾ കേട്ടാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ ഇപ്പോഴെന്താണ്, മുസ്ലിം സ്നേഹം കൊണ്ടൊന്നുമല്ല, കടുത്ത മുസ്ലിം വിരോധത്തിൻ്റെതായ പ്രത്യയശാസ്ത്രം തന്നെയാണ് സംഘപരിവാറിനോടൊപ്പം ദേശീയ തലത്തിൽ ഈ കോൺഗ്രസും പങ്കിടുന്നത്. നമുക്കെല്ലാവർക്കും ദിഗ്വിജയ് സിംഗ് ഒക്കെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഈ കാലത്ത് എന്താണ് ദേശീയ തലത്തിൽ അവരുടെ നിലപാട് എന്ന് നമുക്കറിയാം. ബാബരി മസ്ജിദ് നിർമ്മിക്കാൻ അവിടെ നമുക്ക് വെള്ളിശില തരാം, ഞങ്ങൾ നിങ്ങൾ തറക്കല്ലിടാൻ വിളിച്ചില്ലോ എന്ന് പരിഭവിച്ച് നടക്കുന്ന ഹിന്ദുത്വത്തിൻ്റെ മാപ്പ് സാക്ഷികളായിട്ടുള്ള നേതാക്കളാണ് കോൺഗ്രസിൻ്റെ. അവർ വളരെ കടുത്ത, കാരണം ഇന്ത്യയിൽ ഏക ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനം കേരളം മാത്രമാണ്. ആ കേരളത്തിലെ ഇടതുപക്ഷത്തെ അവസാനിപ്പിക്കുക എന്നുള്ളത് RSSൻ്റെ പ്രത്യയശാസ്ത്ര അജണ്ടയാണ്. ത്രിപുരയിലെ സംഭവങ്ങൾക്ക് ശേഷം നമുക്കെല്ലാവർക്കും അറിയാം, രാം ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിൽ കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം, അതുവഴിയാണ് ഞങ്ങളുടെ പ്രത്യയശാസ്ത്ര വിജയത്തിലേക്ക് എത്തിക്കുന്നത്. ആ പ്രത്യയശാസ്ത്ര വിജയം ഹിന്ദുത്വത്തിന് ഉണ്ടാക്കി കൊടുക്കാനുള്ള കരാർ പണിയാണ് കനകോലുവിനെ വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അസംബന്ധങ്ങൾ തങ്ങൾക്ക് ആവശ്യമായ ഒരു പ്രതീതി നിർമ്മാണത്തിന് വേണ്ടി കോൺഗ്രസ് പെർഫോമൻസിൽ വളരെ കോൺഫിഡൻസ് പ്രകടമാണ്. 2 ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്യാൻ എന്ത് സംഭവിക്കും എന്ന്. കേരള കോൺഗ്രസുകളുടെ മുന്നണി മാറ്റവും പിള്ളറിലും ഒന്നും കേരളത്തിന് പുതിയതല്ലാത്തത് കൊണ്ട് അങ്ങനെ സംഭവിച്ചാലും അത്ഭുതമൊന്നും ഉണ്ടാവില്ല. നോക്കാം എന്തായാലും. ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു KT. ഒപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ആനന്ദ്, വസന്ത്, ജെയ്സൺ, താങ്ക് യു.